2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ബബ്ബയുടെ റിവ്യൂ എവിടെ എന്ന് ചോദിക്കുന്നതോട് നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ റിവ്യൂ ചെയ്യാറില്ല, നമ്മൾ ഡിസ്കഷനാണ് ചെയ്യുന്നത്. സോ ഞാൻ ബബ്ബ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതാണ്. പുള്ളി അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് കണ്ടു. അല്ല 3 അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ റിവ്യൂ കേട്ടിട്ട് ശ്രീനിവാസനും മരിച്ചു കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ആണോ? അപ്പോൾ അത്രയും സമയം എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ചെയ്യാനുള്ള സമയം ഇല്ലാതെ കൊണ്ടാണ് നമ്മളിത് ഡിലേ ആയിപ്പോയത്. എന്നാലും ഇപ്പോഴും ഇത് റിലവൻ്റ് ആണ്, കാരണം സ്റ്റിൽ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിപ്പം നമ്മുടെ ഒരു ഡിസ്കഷനിലേക്ക് കടക്കാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റവാക്കി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ ഞാൻ കണ്ട കൂട്ടത്തിൽ ഫാൻസ് ഉണ്ടായിരുന്നു. ഫാൻസും ബഹളവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ പടം ഇങ്ങനെ ഒരു ഓളത്തിൽ ഞാനിങ്ങനെ കണ്ടിരുന്നു. കുറച്ച് എൻജോയ് ചെയ്യാവുന്ന മൊമെൻറ്റുകളുണ്ടായിരുന്നു, ഡൾ മൊമെൻറ്റുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മിക്സ്ഡ് പരിപാടിയാണെങ്കിലും ഞാനിങ്ങനെ തിയേറ്റർ മൊമെൻ്റ് എന്നുള്ള ലൈനിൽ തിയേറ്ററിൽ കുറച്ച് ആസ്വദിച്ചു. നമ്മളത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്ത് പണിയെന്ന് തോന്നുമെങ്കിലും അത് തിയേറ്റർ മൊമെൻറ്റ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാനതിങ്ങനെ ഒരു ആസ്വദിച്ച ഒരു സിനിമയായിട്ട് കൂട്ടുന്നു ബബ്ബയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതിനുശേഷം ഞാൻ ഇറങ്ങിയതിന് ശേഷം പലരുടെ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ പടത്തിൽ. ഞാനത് ശ്രദ്ധിച്ചില്ല. നമ്മൾ അടുത്ത ഡിസ്കഷൻ അങ്ങോട്ട് കിടക്കുന്നവൾ പറയാം അതിനെപ്പറ്റി. ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എന്ന സെൻസ് പടത്തിൽ ആദ്യം തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ആ ഒരു വൈബിൽ ഇരിക്കുക ഞാൻ. അതായത് എൻ്റെ മനസ്സിൽ ഗുഡ് ബാഡ് അഗ്ലി പോലൊരു സിനിമയാണ്. ഗുഡ് ബാഡ് അഗ്ലി പോലൊരു സിനിമ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചത് അതെ, അതിനുവേണ്ടി ശ്രമം നടന്നിട്ടുണ്ട്. ശ്രമം നമുക്ക് കാണാൻ പറ്റും. ബട്ട് കംപ്ലീറ്റ്ലി ഗുഡ് ബാഡ് അഗ്ലി പോലെ ആയില്ല. എനിക്ക് പേഴ്സണലി ഇവർ പറഞ്ഞ ഈ മാഡ്നസ് എന്നുള്ള എലമെൻറ്റ് പോരാതെന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഞാനിത് കുറേ കൂടെ പുഷ് ചെയ്യും ഈ പടം എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഇത്രയും ഇനിഷ്യലി പ്രണവിനെ ചെയ്യാൻ വേർഷൻ്റെ അകത്ത് അങ്ങനെ, അതായത് ഇനിഷ്യലി ഇത് പ്രണവ് മോഹൻലാലിനെ വെച്ച് ചെയ്യാനായിരുന്നു എന്ന് പറഞ്ഞൊരു അവരുടെ ഇൻ്റർവ്യൂലൊക്കെ കണ്ടിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അത് എന്താണ് അതിൻ്റെ വേർഷൻ. ഇപ്പം ദിലീപ് വന്നതിന് ശേഷം അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി കാണുമല്ലോ ഇപ്പം നമ്മൾ കാണുന്ന വേർഷനിലേക്ക് എത്തിക്കാൻ. കാരണം അത് പിന്നെ ഈ സിനിമ ഇറങ്ങുന്ന ടൈം, അതിൻ്റെ ആ ടൈം ആ കാസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ പടത്തിൻ്റെ പെർസ്പെക്റ്റീവും പടത്തിനെ ആളുകൾ കാണുന്ന രീതിയും മാറിയിട്ടുണ്ട്. അതായത് പിന്നെ ഇത് റിലീസ് ആവുന്നതും ഈ പറഞ്ഞ പോലെ ആ ഒരു കോൺട്രവേഴ്സിയുടെ ആ ഒരു ടൈമിൽ നിൽക്കുമ്പോഴും കൂടെ. എനിക്കൊന്ന് നമ്മുടെ ടൈമിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഇത്രയും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ളൊരു സിനിമ വരുന്നത്. അതായത് ഈ സിനിമ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു രാഷ്ട്രീയ ഇതിപ്പോൾ നമ്മൾ ട്രെയിലർ റിയാക്ഷനിൽ പോലും നമുക്ക് ഒരുപാട് പേര് വന്ന് അതായത് ഈ പടത്തിന് പോസിറ്റീവ് പറയുന്ന ആൾക്ക് അയാളുടെ സ്റ്റാൻസ് ഇതാണ്, നെഗറ്റീവ് പറയുന്ന ഇതാണ്, കാണാത്ത ആളുടെ സ്റ്റാൻസ്, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പോലും നമ്മൾ ലാസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് താല്പര്യമില്ലേ പോയി കാണരുത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ കാണാതിരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് റിവ്യൂസ് വന്നപ്പോൾ ഉള്ള കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പം ഞാനത് ആദ്യം ട്രെയിലർ കണ്ടപ്പോഴേ പറഞ്ഞാണ്, ഞാൻ ട്രെയിലർ ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് എന്തായാലും ശരി സിനിമയോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ ഡെഫിനറ്റ്ലി കാണും. ആ സിനിമയുടെ രീതിയിൽ എന്താണോ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഡിസ്കഷനിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മൾ ആ സിനിമയുടെ ഫിലിം മേക്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങളുള്ള പടം കൂടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബബ്ബയെ പറ്റി സംസാരിക്കാം അല്ലേ? ചേട്ടൻ എന്തായിരുന്നു ഫസ്റ്റ് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എന്ത് പറയും? ജസ്റ്റ് പടം കണ്ടു അതിനുശേഷം നമുക്ക് കുറച്ച് പാടുള്ളൊരു സിനിമയായിട്ട് തോന്നി എനിക്ക്. ഓവറോൾ പടം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് എനിക്ക് കണ്ടുവിടാവുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്, കണ്ടു മറക്കാവുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ്. ഇതിൻ്റെ ഇനീഷ്യലിൽ ഇപ്പം പടം തുടങ്ങുമ്പം ഞാൻ കേട്ടിട്ട് പോയത് ഇത് ഒരാളെ വെളുപ്പിക്കാൻ ഉള്ള ശ്രമം നടന്നിട്ടുള്ളൊരു സിനിമയാണെന്ന് കേട്ടായിരുന്നു. അപ്പം അത് ഈ അടുപ്പിച്ച് നമ്മൾ കണ്ട പല പ്രൊപ്പഗൻഡ ഫിൽം മൂവീസ് പോലെ തന്നെ ഇതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട് ഈ സിനിമയ്ക്ക് എന്ന് പറയുന്ന പോലെ. പൊതുവെ സിനിമകൾ ഇങ്ങനെ വാക്യൂമിൽ എക്സിസ്റ്റ് ചെയ്യുമല്ലോ, അതിങ്ങനെ ഒരു സാഹചര്യത്തിൽ എക്സിസ്റ്റ് ചെയ്യണല്ലോ. നമ്മൾ പറയുന്ന പോലെ ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാതൊരു കാര്യം ഉണ്ടാക്കുകയല്ല. സിനിമയിൽ നമ്മൾ കാണുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് ആ ഫ്രെയിമിൽ വരുന്ന ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഉൾപ്പെടെ അല്ലേ, എന്തൊക്കെയാണെങ്കിലും അതൊരു കഥ പറയുവാണെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാത്തിലും നമ്മളൊരു ഡിസിഷൻ എടുക്കും. ഇത് പച്ച മതി, അല്ലെങ്കിൽ ഇത് മഞ്ഞ മതി, ഇത് 3 പേര് മതി, ഈ ഫ്രെയിമിൽ 4 പേര് മതി എന്ന് ഓരോന്നിനും എന്തുകൊണ്ടോ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഇതിങ്ങനെ ചുമ്മാ ഇത് നമുക്കിങ്ങനെ കുറച്ച് പേരെ നിർത്താം എന്നുള്ള ഡിസിഷൻ അല്ല. അത് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും. ഫീൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ ധാരണ നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകൾക്ക് റിയൽ ലൈഫ് ഇവൻസുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ
അതും നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഒരു ചിന്ത അതിന് പിന്നിൽ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമുക്ക് കുറച്ച് ഡൗട്ട്സും കുറച്ച് ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചൊരു ഈർഷ എന്നൊക്കെ. അതായത് എനിക്ക് ശരിക്കും ഈ സിനിമ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഈ പടം സ്വീകരിക്കപ്പെടുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അല്ലല്ല, ഇത് മലയാളത്തിലും GBU പോലൊരു ശ്രമം അത് മാത്രമല്ല, ചിലപ്പോൾ അതിലും മേളിലേക്ക് ആൾക്കാർ ചിലപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടേക്കും. കാരണം കുറേ പേര് ഇങ്ങനെ കണ്ട്, ഇപ്പോൾ ഫാമിലി ഓഡിയൻസ് ഇല്ലേ, അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കയറി അവർ കണ്ടങ്ങ് പോകും. അതായത് നമ്മളിങ്ങനെ കുറേ ബഹളമുള്ളൊരു പടം കണ്ടു എന്നുള്ള ലൈനിൽ അങ്ങ് കണ്ടു മറക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പടമായിരിക്കും. ഇത്രയും വലിയൊരു പിന്നെ ഈ പറഞ്ഞ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന ഒരു മേജർ ഒരു സീനുണ്ട്. ആ സീനും എനിക്ക് തോന്നുന്നു ആ സീൻ ചിലപ്പോൾ പ്രോബ്ലമാറ്റിക് ആയെങ്കിൽ കൂടിയും ഈ പടം ഈ പറയുന്ന ലൈനിൽ ആളുകൾ കണ്ട് വിട്ടേനെ. പക്ഷെ ഞാൻ കയറുമ്പോൾ എനിക്കൊന്ന് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കയറും. ഞാൻ കയറുമ്പോഴും ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ. അതെ, അത് ദിലീപിൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് മെജോറിറ്റിയും ഫാമിലി ഓഡിയൻസ്, ജനപ്രിയ നായകൻ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ടാഗിനെയും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പടത്തിൻ്റെ സ്പോയിലർ ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ പടം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യാനുസരണം നിങ്ങൾക്ക് പോയി പടം കാണുകയോ കാണാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ പോയി കണ്ടിട്ട് വരിക, ബാക്കി ഡിസ്കഷൻ കാണുക. കുറച്ച് ലെങ്ത് ആയിരിക്കും അല്ലേ, സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയ്ക്കും ഒരു ഇച്ചിരി ലെങ്ത് ഉണ്ടാവും. എന്നാൽ തുടങ്ങാം അല്ലേ, പറയൂ. അപ്പോൾ ഈ മറ്റേ ഈ പടത്തിന് പ്രത്യേകിച്ച് നമ്മൾ പല പടങ്ങളും ഈ പറയുന്ന പോലെ സിനിമ എന്ന മീഡിയത്തിൻ്റെ ക്രാഫ്റ്റ് ഡിസ്കസ് ചെയ്യും, അതിന് പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പല ഡിസ്കഷനിൽ നിന്നും മാറ്റി വെച്ചിട്ടാണ് ഈ ക്രാഫ്റ്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ മാറ്റി വയ്ക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നൊരു നറേറ്റീവിൽ രണ്ട് സൈഡിനും എന്താ പറയുക, ഒരു ത്രാസ് തുല്യമാകുന്ന രീതിയിലുള്ള നറേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ 100% ഫോളോ ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ അറിയില്ല. വിഷയത്തിൻ്റെ സത്യാവസ്ഥ ആർക്കും കംപ്ലീറ്റ്ലി അറിയത്തില്ല, ആർക്കും അറിയില്ല. ഇതിനകത്ത് ഇൻവോൾവ് ഇതിൽ പറഞ്ഞാൽ 80%, 20%, 70%, 30% അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഈ ആൾക്കാർ. അതായത് ഈ ദിലീപിൻ്റെ ഇഷ്യൂ, അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂവിൽ ആക്ച്വലി ഇപ്പോൾ അതിൽ 8 വർഷം നടക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി കോർട്ട് പുള്ളി എന്താ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ തമാശ. ഇത് ചെയ്ത ആൾക്കാരെല്ലാം മുന്നിലുണ്ട്, അവരെടുത്ത് ചെയ്യിച്ച ആളാരാന്ന് ചോദിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റക്കാരനല്ലാത്രത്തോളം അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ പുള്ളിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയല്ല. അപ്പം നമുക്കും അറിയില്ല. അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ എന്താണ് കോടതി പറയുന്നത്, അത് പിന്നെ നമ്മുടെ കുറച്ച് കോമൺ സെൻസും കൊണ്ട് നമ്മളതിനെ ജഡ്ജ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് നമ്മൾ പടത്തിലേക്ക് വരാം. പടത്തിൽ എന്താണ് അല്ല പുള്ളി ചെയ്തെങ്കിലും ഇല്ലെങ്കിലും അതിങ്ങനെ എയറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ പുള്ളിയെ വെച്ച് ഈ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ പടം കണ്ടു തീർത്തുമ്പോൾ എനിക്ക് തോന്നി പുള്ളിയെ വെളുപ്പിക്കാൻ എന്നതിലുപരി പുള്ളിയെ കറപ്പിക്കാൻ ശ്രമിച്ചൊരു സിനിമയായിട്ടാണ്. അത് പുള്ളി ഇതിനകത്ത് ആക്ച്വലി പടം കഴിഞ്ഞാൽ കുറേ മീമൊക്കെ റിലീസാകുന്നുണ്ട്. മഞ്ജു വാര്യരും നമ്മുടെ നൂറിൻ ഷെരീഫും കൂടി ഇരിക്കുന്നൊരു ഫോട്ടോ ഇവരിട്ടിട്ട് ശരിക്കും ഇത് മറ്റേ ഏജൻറ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു മീം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അറിയാലോ ഇപ്പോഴത്തെ ആ കോണ്ടെക്സ്റ്റിൽ ഇവർ അങ്ങനെ ഒരു ഇത് രീതിയിൽ അത് പുള്ളിയുടെ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന ഒരുപാട് എലമെന്റ്സ്. ഇപ്പം അതിനകത്ത് പ്രൊഫഷണൽ കിഡ്നാപ്പർ എന്ന് പുള്ളിയെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പൊതുവെ ഒരു ഇടത് വലത് രാഷ്ട്രീയമുണ്ട്. ഇതിനകത്ത് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് വെക്കുന്നു. എന്തിനാണ് എല്ലാം കുറച്ച് ഐറോണിക്കലാണത്. പുള്ളിയുടെ അമ്മയെക്കുറിച്ചൊരു കാര്യം സ്ത്രീകൾക്കെതിരെ ഒരു രൂക്ഷ വിമർശനം നടത്തിയതിനാണ് അതാണ് പുള്ളിയോടുള്ള ദേഷ്യം. പക്ഷെ അതിനുശേഷം പിന്നീട് പുള്ളിക്ക് ഇങ്ങനെ ഒരു മേജർ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവരുടെ ബാലു വർഗീസിൻ്റെ ഒക്കെ ഒരു വലിയ ഇഷ്യൂലേക്ക് എത്തുമ്പോഴാണ് പുള്ളി ആ പഴയ റിവെഞ്ച് ഉൾപ്പെടെ ഇതിലങ്ങ് തീർക്കുന്നത്. പക്ഷേ ആക്ച്വലി പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയമൊക്കെ ഭയങ്കര സില്ലിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കാര്യം നമുക്ക് തന്നെ അത് ഇതൊക്കെ ഡീപ്പല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അതിൻ്റെ പടത്തിൽ ഒന്നും ഡീപ്പല്ലാത്തതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല. നമ്മളങ്ങനെ എടുക്കാം. ചിലർക്ക് അതായിരിക്കും പ്രശ്നം. കാരണം ഇതിനെയൊക്കെ എടുത്ത് തമാശവൽക്കരിച്ചല്ലോ, അങ്ങനെ വൽക്കരിക്കേണ്ട വിഷയങ്ങൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ അത് കുറച്ച് സീരിയസ് എലമെന്റ് ആണല്ലോ എന്ന് തോന്നും. പക്ഷേ ആ സിനിമയിൽ അതിനെ അത്ര സീരിയസ് ആയിട്ടല്ല അവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഇത് എന്തോന്നൊരു ഇതെന്ന് തോന്നും. അതിലും അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല. ആ ഒരു സില്ലി പടമാണ്
എന്ന് തുടക്കം ഇങ്ങനെ പറയുന്നുണ്ട്. പഴയ ദിലീപ് മറ്റേ ചാണകത്തിൽ വീഴുക, പഴത്തൊലി ചവിട്ടാൻ പോകുന്ന ആ ലൈൻ സാധനങ്ങൾ ഇല്ലേ എന്ന് പറയുമെങ്കിലും പടത്തിന് വേറൊരു രീതി കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതല്ലാതെ നമ്മൾ മാറ്റി. പക്ഷേ കുറേ എലമെന്റുകൾ ഇല്ല. അത് ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചു. അതായത് പഴയ ഇവർ ഈ പറഞ്ഞ പോലെ ഈ പഴത്തൊലി ചവിട്ടി വീഴുന്ന തമാശകളില്ല എന്ന് പറഞ്ഞിടത്തും അങ്ങനെ കുറേ സ്ഥിരം ഞാൻ ഈ കുറേ പടങ്ങൾ ഈ അത്യാവശ്യം ദിലീപിന് ഇറങ്ങിയ പടങ്ങളെല്ലാം കണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കണ്ട ഒരുപാട് സാധനങ്ങളില്ല. പക്ഷേ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഞാനൊരു രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കാതെ തന്നെ ഈ പറയുന്ന സിനിമകളൊന്നും കണ്ടിട്ടില്ല. അത് മനഃപൂർവ്വം ഞാൻ കാണുന്നില്ല എന്ന് വെച്ചതല്ല, കണ്ടില്ല. പുള്ളി കാണത്തില്ല. പുള്ളി വളരെ കുറച്ച് സിനിമ കാണുന്ന മനുഷ്യനാണ്. ഇവിടെ വന്ന് ഇവന്റെ കൂടെ ഇരിക്കേണ്ടി വരുന്നതുകൊണ്ട് മാത്രം പോയി കാണുന്നതാണ്, പല സിനിമകളും കാണുന്നതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ വളരെ ക്യൂരിയസ് ആയിരുന്നു. എന്താണ് ഈ സിനിമ ചെയ്ത് വെച്ചേക്കുന്നതെന്നും അതിന് ചുറ്റും ഇത്രയും ബഹളം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നും. എനിക്ക് ആക്ച്വലി ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ സിനാരിയോ ഉള്ളതുകൊണ്ടാണ് സിനിമയിലെ പല കാര്യങ്ങളും ഒറിജിനൽ ഇപ്പം നടന്ന സംഭവത്തെ അല്ലെ അതിനെ ഈ കോണ്ടെക്സ്റ്റ് ആണ് ഏറ്റവും വലിയ വിഷയം. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഈ സിനിമ റിലീസ് ആവുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വിധി എനിക്ക് തോന്നുന്നില്ല ഇവർ പ്ലാൻ ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചതാണോ അതോ അറിയില്ല. ഇതിപ്പോൾ ഇതിനൊക്കെ പിന്നിലൊക്കെ ഭയങ്കര പരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ കണ്ടത് സിനിമയാണ്. അപ്പം നമ്മൾ ആ സിനിമയെ നമ്മൾ കണ്ട പടത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നെ നടന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. നമുക്ക് ഊഹാപോഹങ്ങളാണ്. എല്ലാവരും കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് നമ്മളെയൊക്കെ പറ്റിക്കുകയാണോന്നും അറിയില്ല. ബട്ട് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ഈ കോണ്ടെക്സ്റ്റിലാണ് ഈ സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ ഇപ്പോൾ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഈ വിഷയങ്ങളൊന്നും അല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സിനിമ എടുത്താണ്. ഇത് ചുമ്മാ ചോറുണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് പറ്റുന്ന ടൈപ്പ് പടമായിരിക്കും. എനിക്ക് തോന്നുന്നു നാളെ തോറ്റിൽ ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ആയിരിക്കും ഇതിനെ ട്രോളുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ടാവും. ഒരു ട്രോൾ വീഡിയോസ് ഉണ്ടാവാൻ ചിലപ്പോൾ ഈ വിധിക്ക് തന്നെ വേരിയേഷൻസ് ഉണ്ടാവാം. നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ഇന്നത്തെ കോൺടെക്സ്റ്റ് അറിയത്തില്ല. പിന്നെ ഇതിനെ വിട്ടേക്ക് എഴുതിട്ട് പോടാന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. താഴെ വരും, കമന്റ് വരും, നോക്കിക്കോ. കമന്റ് എന്തായാലും വരും. തെറി വിളിക്കാനെന്നും പറഞ്ഞ് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിളിച്ചിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ പടത്തിലെ വിഷയങ്ങൾ തട്ടിക്കൊണ്ടുപോകും. ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇപ്പോൾ സംഭവിക്കേണ്ടതായിരുന്നോ എന്നൊക്കെ കുറച്ച് നമ്മൾ പടത്തിന്റെ പുറത്ത് ഈ പടത്തിൽ ഇതുമായിട്ടുള്ള ബന്ധമില്ലാത്തൊരു സാധനം, ബന്ധമൊന്നും ഇല്ലാത്തൊരു കഥയാണ് ഈ പടത്തിനെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നമല്ല, നമുക്ക് അത്ര നമ്മളിതിങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ സിനിമ ചിന്തിക്കത്തില്ല ഈ പടത്തെ പറ്റി. പേഴ്സണലി ഞാൻ ആക്ച്വലി ഇതൊന്നും തന്നെ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞാനിതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം പലരുടെയും റിവ്യൂകളും പലരും പറയുന്നത് കേട്ടതിന് ശേഷമാണ് ഞാനും ആലോചിച്ചത്, ശരിയാണ്, ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ആ പടത്തിന്. ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്രയും ഡീപ്പായിട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല ഈ സിനിമ. ഞാനിത് കണ്ട് ആ തിയേറ്ററിലെ ബഹളമാണ് മൊത്തത്തിൽ. ഈ പറഞ്ഞ പോലെ ഓരോ സീനിന് ശേഷം അടുത്ത സീനിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ബഹളം കൈയടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഓളത്തിൽ എങ്ങനെയെങ്കിലും പോകരുത്. ഞാൻ കണ്ടപ്പോഴേക്കും ഈ പറയുന്ന ഈ ചർച്ച വരുന്നു. പടം പല പോയിന്റ്സിലും മെറ്റാ റെഫറൻസുകളാണ്. അതായത് റിയൽ ലൈഫ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എലമെന്റ് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ചിരിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ ചിരിച്ചപ്പം എന്തിനാണ് ഇവർ ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനൊരു സംഭവം കൊണ്ടാണ്, ഇതാണ് ഇന്റർവ്യൂ സ്റ്റാർ എന്ന് വിളിക്കുന്നത്, ഇങ്ങനെ ഇതൊക്കെ മൊത്തം ഈ ദേവജിയുടെ എലമെന്റും അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അവർ ദേവനെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആളാണല്ലോ, പുതിയ പടത്തിൽ വരുന്നു. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അതെ. അപ്പോൾ അത് ഈ ഇത് സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനു മുമ്പ് ദിലീപിൻ്റെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ഇറങ്ങിയിരിക്കുന്ന എല്ലാ സിനിമകളുടെയും ഒരു കുറേ റെഫറൻസ് എലമെന്റ്, ചിലത് ഫോഴ്സ്ഡ് ആണ്, വളരെയധികം ഫോഴ്സ്ഡ് ആയിട്ടുള്ള മറ്റേ ലാലേട്ടൻ്റെ മറ്റേ മീശബരി പക്ഷെ അതാണ് അത് അത് ചെയ്ത മേക്കേഴ്സിനൊരു ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ കാണാൻ വരുന്ന ഓഡിയൻസിൽ ഒരു ആരാധകരുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ബട്ട് അത് അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് അവർക്ക് ഇപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സീൻ നമ്മൾ ഇപ്പം മീശബരി മുണ്ടുമടക്കിലേക്ക് ലാലേട്ടൻ ഇങ്ങനെ ചുരുക്കുവാണ്. ഇത്രേ ഉള്ളൂ ലാലേട്ടൻ മീശബരിക്കുന്ന ആൾ മുണ്ടുമടക്കുന്ന ആൾ. അപ്പം അതിലേക്ക് ചുരുക്കുമ്പം നമ്മളത് ഇപ്പം എനിക്കൊന്നൊരു 10 പടത്തി കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ സിനിമ നോ ലോജിക് ഫണ്ണാണ് സമ്മതിച്ചു, പക്ഷെ എന്നാലും അതിനകത്തൊരു ക്രാഫ്റ്റ് ഉണ്ടാവണല്ലോ, അത് മിസ്സിംഗ്. പക്ഷേ ഇപ്പം നമ്മൾ ചുരുക്കാന്നുള്ള ഉദ്ദേശിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ചുരുക്കാന്നുള്ളതായിരിക്കില്ല, അവർക്ക് ഫാൻ സർവീസ് ആയിരിക്കും. പക്ഷെ ആ സീൻ ക്രാഫ്റ്റ് ആണല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ 3 പേരും കൂടെ നിൽക്കുന്നു ചെയ്യുന്നൊക്കെ പറഞ്ഞ് മറ്റേ നമ്മുടെ ഡാൻസ് കളിക്കുന്നു പറയുന്ന പോലത്തെ ആ ഒരു ഇതിലേക്ക് ചുരുങ്ങിയ ആ സീനെ ആ ഫുൾ സീക്വൻസ്. ഇപ്പം ഞാൻ
പടം കാണാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഇപ്പം ഞാനും ലാലേട്ടൻ്റെ സീക്വൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ലൈനിലാണ് പോയത്. എനിക്ക് ലാലേട്ടൻ്റെ സീക്വൻസ് കണ്ടപ്പം ഈ തിയേറ്ററിലൊരു വൈബ് ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടപ്പോൾ ഇത് അത്രയും പവറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ഓക്കെ വെൽ ഷോട്ടാണ് അത്. ആ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രസമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇതിങ്ങനെ അതിങ്ങനെ കാണുമ്പം ഓക്കെ ഇതൊരു ആഡ് പോലെ നമ്മൾ മറ്റേ ബിഗ് ബോസിൻ്റെ ഒക്കെ ഒരു ഇനീഷ്യൽ ഒരു ഇതിലാണ് പ്രൊമോ ഇല്ലായിരുന്നു, അതുപോലത്തെ ഒരു സീക്വൻസ് പോലെ നമുക്കിതിങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു സമയം ലാലേട്ടൻ്റെ സീക്വൻസിലൊക്കെ ഇവർ വളരെ ലോങ് ലെൻസ് എന്തോ യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ സീക്വൻസ്. അത് കുറച്ചുകൂടെ മറ്റേ കുറച്ചധികം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല ഇത് വേറെ ഏതോ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. ഏത് സമയത്ത് അല്ല ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ബിഗ് ബോസിൻ്റെ ആ പ്രൊമോ സോങ് അല്ല ബിഗ് ബോസിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്തില്ലേ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ ഇപ്പം ഈ അടുത്തിടെ കണ്ടതിലും കുറച്ചുകൂടെ വണ്ണം വെച്ചിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു വിഗ് ഉണ്ട് ആക്ച്വലി, ഇങ്ങനെ മുടി ഇങ്ങനെ ബാക്കിലേക്ക് ഇറക്കി ഇതുപോലെ വേറൊരു അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്കത് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ കാര്യം ഇപ്പം നമ്മൾ മറ്റേ ലോങ് ലെൻസുകൾ ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആളുകൾ ഉള്ളതിലും കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം ലാലേട്ടൻ ദിലീപ് സീക്വൻസ് ഇല്ലേ, ഇവർ ഒരുമിച്ചുള്ള സീക്വൻസിലാണ് അത് കൂടുതൽ കണ്ടത്. ബാക്കി ഇപ്പോൾ ക്രാഫ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചധികം പടങ്ങൾ കാണുന്നുണ്ട് പുള്ളിയുടെ. പിന്നെ എടുത്തുകൊണ്ട കാര്യം ഈ ഡയറക്ടർക്ക് ആക്ച്വലി കുറച്ച് സ്റ്റഫുള്ള ആളാണ്. നല്ലൊരു തിരക്കഥ കിട്ടിയാൽ പുള്ളിയെ കൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവരുടെ ഡിസിഷനാണ്. ഇപ്പോൾ ഡയറക്ടർ എനിക്ക് ഇങ്ങനൊരു തിരക്കഥയാണ് കിട്ടിയത് അതുകൊണ്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ പുള്ളിയുടെ ഞാൻ ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരുൾപ്പെടെ, അതായത് ഇപ്പം മറ്റൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരില്ല, ഇവരുൾപ്പെടെ എല്ലാവരും കൊണ്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ കൂട്ടുകാർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഓരോ സീൻ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ റെഫറൻസ് കൊണ്ടുവരാം, എന്തൊക്കെ എലമെൻറ്റുകൾ ആഡ് ചെയ്യാം എന്നുള്ള വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിസിഷനിലാണ് അവർ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത്. അപ്പം നമ്മളീ പറയുന്ന പോലെ പിന്നെ ഇപ്പോൾ ഈ ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ആ ഒരു ആംഗിളിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയില്ല. മീൻസ് ഇപ്പം നമുക്ക് സിനിമ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ ഉണ്ടാക്കുമ്പോഴോ ഒരു കഥയെപ്പറ്റി സംസാരിക്കുമ്പോഴോ നമുക്ക് ഒരു സീൻ ഞാൻ എഴുതിയിട്ട് ഞാൻ നരേറ്റ് ചെയ്ത് കൊടുക്കുമ്പം അതിനെപ്പറ്റി നമ്മുടെ ഡിസ്കഷൻ തന്നെ നമുക്ക് വരുമല്ലോ, ഈ എല്ലാ ആംഗിളിനെ പറ്റിയും അല്ലെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ആൾക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനൊരു പക്ഷേ ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ള ഡിസ്കഷനെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരത്തില്ലേ. പിന്നെ ഇത് ഇത്രയും വലിയൊരു പടം ഇത്രയും ബജറ്റിൽ ഒരുപാട് ആൾക്കാർ ഒരു കാര്യമാണ്. കാരണം ഒരു ആരാണല്ലോ ഇപ്പോൾ എത്ര കൊമേഴ്ഷ്യൽ പടം എടുക്കാനാണെങ്കിലും ആ എലമെൻറ്റ് ഇപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും സാധനം എഴുതിയിട്ട് അത് ചളിയായി പോകത്തില്ലേ എന്നിങ്ങനെ ചിലപ്പം ഫൈനലി സ്ക്രീനിൽ വരുമ്പോൾ ചളിയാവുമെങ്കിലും നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ഇത് വേണോ വേണ്ടോ എന്നൊരു ചിന്ത അത് ചിന്തിക്കത്തക്ക അപ്പുറമുള്ളൊരു സബ്ജക്റ്റ് അല്ല ഇത്. അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മുതലേ എനിക്ക് മറിച്ചൊരു അഭിപ്രായമാണ്. എനിക്ക് ഓക്കെ ഇഷ് ഡയറക്ഷൻ ആയിട്ടാണ് തോന്നിയത്. അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു പരിപാടി പുള്ളിയുടെ ഫസ്റ്റ് പടം. അപ്പോൾ ഈ ഫസ്റ്റ് പടത്തിൽ ഇത്രയും മെയിൻ ആക്ടേഴ്സിനെയും ഇത്രയും വലിയ ക്രൗഡും പരിപാടിയൊക്കെ വെച്ച് ഒരു വലിയ പരിപാടി ചെയ്യാനുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട് പുള്ളിക്ക്. അതപ്പം എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് നല്ലൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ. ഞാൻ മെയിനായിട്ട് അത് പറയാൻ കാരണം ഈ ആക്ടിങ് വൈസാണ് എനിക്ക് എല്ലാവരുടെയും. ഇപ്പം നമ്മുടെ ബൈജു അല്ലേ മന്ത്രിയുടെ പരിചയം, പുള്ളി എന്തോ ഭയങ്കര സ്റ്റിഫായിരുന്നു. എന്താന്ന് മനസ്സിലായില്ല. പുള്ളി സ്റ്റിഫായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണോ എന്താ കാരണം പുള്ളിയുടെ പ്രശ്നം പുള്ളി ഡയലോഗ് പറയുമ്പോഴേ ചിരി വരും. നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലായി പലപ്പോഴും പുള്ളി പലപ്പോഴും യൂഷ്വലി ഇപ്പോൾ സിനിമയെ പുള്ളിയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തന്നെ പുള്ളി ഒരു കൊമേഡിയൻ പുള്ളിയുടെ ഒരു കോമഡി ലൈൻ ഉണ്ടല്ലോ അത് വെച്ചാണ്. ഈ പടത്തിൽ അത് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ ഇവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര ബലം പിടിച്ചാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവരൊരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ അനുകരിക്കാനാണ് പുള്ളിയെടുത്ത് ഏൽപ്പിച്ചേക്കുന്നത്. അത് നമ്മൾ ആരാന്നും പറയുന്നില്ല. ഒരു ഇന്നയാൾ സംസാരിക്കുന്ന പോലെ ഇന്നയാൾ നിൽക്കുന്ന പോലെ നടക്കുന്ന പോലെ അനുകരിക്കാം. പക്ഷെ അത് എവിടെയോ അത് മിസ്സായിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ തോന്നാനും പാടില്ലെന്നായിരിക്കും ചിലപ്പോൾ അവർക്ക്. എന്തോ കാരണം ഇങ്ങനെ പുള്ളി ആക്ച്വലി കുറച്ച് രസകരമായിട്ട് ഡയലോഗ് ഡെലിവറി ഒക്കെ നടത്തുന്ന ആളാണ്. ആ ക്യാരക്ടറൊക്കെ കൈ കിട്ടിയാൽ പുള്ളിയെ കുറേ നാൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന. പക്ഷേ ആ റെസ്പോൺസും ഡയലോഗൊന്നും ഒരു സ്ക്രിപ്റ്റും അത്രയും വീക്കാണല്ലോ. പിന്നെ ഇവരിങ്ങനെ ഈ കുത്തി നിറച്ചിട്ടുണ്ട് കുറേ ഐറ്റംസ്. ഇതൊരു ഐറ്റം അതാണ്. അതായത് മറ്റേ നമ്മുടെ അത്ലീയുടെ പരിപാടി ഉണ്ടല്ലോ, അതായത് ഒരു സിനിമയിൽ ഒരു 10 പരിപാടി അങ്ങോട്ട് നിരത്തി വിടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറയുന്ന പോലെ. ഇതേപോലെ ഈ സിനിമ തുടങ്ങാൻ പോലെ ഇങ്ങനെ അവസാനം വരെ കുറേ ആണെന്ന് പറയും. പക്ഷേ സൈഡിൽ ചിലപ്പോൾ പോർക്കേറി ഇരിക്കുന്നതാണ്. എല്ലാം ഉണ്ട്, ഇതും കൂടെ ചേരത്തില്ല. അതെ എല്ലാം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്ത് കഴിക്കുക, ഇഷ്ടമില്ലാത്ത കഴിക്കാതെ വിടുക എന്നുള്ള സംഭവമാണ്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സദ്യ എങ്ങനെ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നല്ലോ അതിങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. ബിരിയാണി ഉണ്ട്, പക്ഷെ അവിടെയും ടേസ്റ്റുള്ള വിഭവങ്ങളുണ്ട്. അത് കഴിച്ച് ആസ്വദിക്കുന്നു.
നമുക്ക് താല്പര്യമില്ലാത്ത നമ്മൾ എടുക്കാതെ തന്നെ തൊടാതെ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള ലൈനാണ്. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോ ഇനി നമ്മൾ ഡീകോഡ് ചെയ്യണോ, നിങ്ങളതൊന്ന് വിട്ടു പറയാമെന്ന് ചോദിക്കുന്നത്. നമുക്ക് വിട്ട് പറയാൻ സത്യത്തെ ഒന്നും അറിയത്തില്ല. ഈ പടം നമ്മൾ കണ്ടു എന്നതിലുപരി ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി എങ്ങനെ സംസാരിക്കണമെന്ന് പറ്റി നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ. അതെ, കാരണം ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ തന്നെ കുറച്ച് പാടാണ്. അതാണ്. അതെ അതെ, ഈ സിനിമ റിവ്യൂവിന് അതീതമാണെന്ന് വേണ്ടി പറയാം. ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ അതീതമാണ്. കാരണം ഈ സിനിമ എന്താണെന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് കയറുന്നുണ്ടെങ്കിൽ തന്നെ. അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് പേര് പറയുന്നവർ എൻ്റെ വീട്ടിൽ നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു നമുക്ക് വേണം നമ്മൾ പറയുന്ന പോലെ സിനിമയ്ക്കൊപ്പോ അവനൊപ്പോ ഒക്കെ നിൽക്കാം. ഇപ്പം എൻ്റെ വീട്ടിൽ നടന്നാൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അതുപോലെയാണ് ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ റെസ്പോണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകാതെ ഇതിനെ എന്ത് ചെയ്യാം എന്നാലോചിക്കുന്നു. നമ്മളത് കഴിഞ്ഞ് നമ്മൾ പടത്തെ പറ്റി പറയുന്നതാണ് നമ്മൾ വീണ്ടും ആ വിഷയത്തിലേക്കാണ് പോകുന്നത്. അതെ, അത് പോയി പോകുന്നതാണ്. കാരണം അതിനു വേണ്ടി പടത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ആ ഒരു പ്രധാനപ്പെട്ട സീൻ, ആ ഒരു ഇതിനകത്തെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇതിലൊന്നും ഈ മെയിൻ ആക്ടർ അല്ല ഈ ഡയലോഗ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സീൻ പ്ലേ ആകുമ്പോഴോ സ്ക്രീനിൽ വരുന്നോ ഈ ഡയലോഗ് പറയുന്ന ഒന്നും. അത് കുറച്ചധികം ഡിസ്റ്റർബ്. അതായത് ആ ക്യാരക്ടറിൻ്റെ പേരെന്താണെന്ന് ഒരു തട്ടിക്കൊണ്ട് പോകുന്ന ആളുടെ ഒരു ലേഡിയുടെ പേര് പറയും അല്ലേ. അപ്പോൾ ആ പേരിൽ ഒരാളെ കിഡ്നാപ്പ് ചെയ്യുകയാണ്, എന്നിട്ട് ഈ പറഞ്ഞ പോലെ മറ്റേ കറക്കുന്നു എന്നുള്ള എലമെന്റ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് പശുവാണെന്ന് കാണിക്കുന്നത്. ആ ഹോൾ സീക്വൻസ് പടവുമായിട്ട് ഒരു ബന്ധമില്ല. അതിങ്ങനെ വന്ന് പ്ലേസ് ആയിട്ട് നമ്മളെയൊക്കെ ഇത് എന്താണ് ഇങ്ങനെ. കാരണം വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ നോ ലോജിക്കാണ്. നമ്മളിങ്ങനെ ഒരുപാട് ചെകയുന്നെങ്കിലും പുള്ളി നിൽക്കുന്ന സിറ്റുവേഷൻ അങ്ങനെ ഒരു സാധനം കേൾക്കേണ്ട കാര്യമില്ല. മറ്റേ അത് തന്നെ ആ ലോജിക്കില്ല. അപ്പം അതുകൊണ്ട് എന്തും കാണിക്കാം എന്ന് പറയുന്നതല്ല. അപ്പം പക്ഷേ എനിക്കൊരു വേറെ അഭിപ്രായം എന്താ വെച്ചാൽ, നമ്മൾ ഈ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറഞ്ഞാൽ പോലും നോ ലോജിക് എന്ന് പറയുന്നതിനകത്തും ഒരു ലോജിക്കുണ്ട്. പടത്തിനകത്ത് ലോജിക്കുണ്ട്. ലോജിക്ക് അത് തന്നെ, അതാണ് സംഭവം. അത് നോ ലോജിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിയൽ വേൾഡിലെ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിനിമ എന്നുള്ളതാണ്. പക്ഷേ ആ സിനിമയ്ക്കുള്ളിലൊരു ലോജിക് കൊണ്ടാണ്. ഇപ്പോൾ ഇവർക്ക് തന്നെ എനിക്ക് മനസ്സിലായത് ഇവർക്കൊരു ഭയമുണ്ട്. അതായത് ഈ സിനിമയെ പുഷ് ചെയ്യാൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിനെ പുഷ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നത്. ഇപ്പം ഗുഡ് ബാഡ് അഗ്ലി എന്ന് ഒരുപാട് പേര് പറയുമ്പോഴും ഇപ്പം നമ്മളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗുഡ് ബാഡ് അഗ്ലിയുടെ ഡയറക്ടർ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇത് നമ്മുടെ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് തിയേറ്ററിൽ ഗംഭീര ഒരു ക്രൗഡിൻ്റെ ഇടയ്ക്കിരുന്ന് കണ്ടാൽ എനിക്ക് ഗുഡ് ബാഡ് അഗ്ലി ഒരു 65 to 75% കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അരോചകമായി. അത് റിപ്പീറ്റാണ് ഈ പരിപാടി, ഈ ബഹളം റിപ്പീറ്റാണ്. അപ്പോൾ അതുവരെ ഞാൻ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മതി, ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ നീ കുറച്ചുകൂടെ അതെ, അത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഈ കണ്ട ക്രൗഡിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ സിനിമ കണ്ടു വളർന്നു. പക്ഷേ അപ്പോഴും എനിക്ക് പ്രശ്നം ഇത് ഗുഡ് ബാഡ് അഗ്ലിയുടെ പ്രത്യേകത, ഗുഡ് ബാഡ് അഗ്ലി ചെയ്ത ആൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. സിനിമ മാർക്ക് ആന്റണി അങ്ങനെ തന്നെയായിരുന്നു. അപ്പം പുള്ളിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതായത് ഈ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ ലോജിക്ക് തരാനൊന്നും പറ്റില്ല. ഇത് ഒരു ഫാൻ സർവീസാണ്. ഫാൻ സർവീസ് മാത്രമല്ല, ഒരു സ്പൂഫും കൂടെ. പിന്നെ അത് ചെയ്യാൻ തയ്യാറായ ഒരു സൂപ്പർ സ്റ്റാറോട് വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയും പുള്ളി ആദ്യം ഒരു അവസാനം വരെ ആ പടത്തിന് വെക്കുന്ന മീറ്റർ ഭയങ്കര വലിയ മീറ്ററാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇവർക്ക് ആക്ച്വലി അങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മളിത് ഒറ്റ പുഷാണ്. അതെ, അതെ. ആ സിനിമയിൽ ഇപ്പം നായകൻ മറ്റേ ഡോൺലി ആയിട്ടും ജോൺ വിക്ക് ആയിട്ടും മറ്റേ മണിയാശിന്റെ പ്രൊഫസർ വരെ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്ന ലെവലാണ്. അപ്പം നമ്മൾ തള്ളിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന്. അതെ, അപ്പോൾ ആ രീതി തള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ നോ ലോജിക്കിൽ നിന്ന് തള്ളി ലോജിക്കില്ലായ്മയിൽ നിന്ന് തള്ളി ആക്കി വിട്ടിരിക്കുക. പക്ഷേ ഇവിടേക്ക് വരുമ്പം അവർക്ക് അത്രയും പുഷ് ചെയ്യാനുള്ളൊരു ഭയമുണ്ട്. എവിടെയൊക്കെ ഇവർക്ക് ഇതിനെ കുറച്ചൊന്ന് ഗ്രൗണ്ടഡ് ആക്കണമെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് രണ്ടിൻ്റെ ഒരു മിക്സ്ഡ് ഔട്ട്പുട്ടിലാണ് ഇപ്പം പടം വന്ന് എത്തിയിരിക്കുന്നത്. വിനീതിന്റെ സീനൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് താഴെ എനിക്ക് ആക്ച്വലി ഇന്റർവെൽ സീക്വൻസ് കണ്ടപ്പം എനിക്ക് അത് ശരിക്കും ആ മീറ്റർ പടത്തിന് ചേരുന്നൊരു സംഭവമാണ്. പക്ഷെ അതിന്റെ സീക്വൻസ് അത് ഇന്റർവെൽ സീക്വൻസിൽ ആ ഫൈറ്റ് ഒക്കെ വരുന്നത് ആക്ച്വലി ചേട്ടൻ പറഞ്ഞു സംഭവം അതിനകത്തെ റോബോട്ടിക് ക്യാമിന്റെ യൂസ്. അപ്പോൾ അതിന്റെ ഒരു ഡിസ്പ്ലേ വെച്ചപ്പോഴത്തേക്കും ഇവർ ഈ സീക്വൻസിന്റെ പ്രാക്ടീസ് സെഷൻ, അതായത് ക്യാമറ മറ്റേ എന്താ പരിപാടി ബോൾട്ട് അല്ലേ? അല്ല, മറ്റേ ആ പ്രോഗ്രാം എന്തായിരുന്നു? പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഓർക്കുന്നത്. പക്ഷേ ഇങ്ങനെ സിനിമ എക്യുപ്മെന്റ് ഒക്കെ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇവന്റ് വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ബോൾട്ടിന്റെ ടെക്നീഷ്യനൊക്കെ വന്നിട്ട്
പുള്ളി ഈ ബോൾട്ട് വെച്ച് എടുത്തൊരു സീക്വൻസ് ആണ്. അതായത് എന്തോ 23, അത് പുള്ളി പറഞ്ഞ ഏറ്റവും ലെങ്തിയസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 23 സ്റ്റോപ്പിംഗ് പോയിന്റ്സ് ഉണ്ടായിരുന്നു ആ ഒറ്റ ഷോട്ടിൽ. അത് അത്രയും ലെങ്തിൽ എടുക്കുന്ന വളരെ റയർ ആയിട്ടാണ് പറയുന്നത്. അപ്പം 23, 26. അപ്പോൾ ആ സീക്വൻസ് ഇങ്ങനെ കാണിച്ചായിരുന്നു അതിൻ്റെ പ്രാക്ടീസ്. ഈ 2 നടന്മാരും ഇല്ല, ബട്ട് ആ വേറൊരാളെ വെച്ചിട്ട്. ഓക്കെ അത് ഈ ബബോബയുടെ ഈ ഇന്റർവൽ ഫൈറ്റ് സീക്വൻസ്. ഇന്റർവൽ ഫൈറ്റ് സീക്വൻസ് തന്നെ ഇങ്ങനെ ആരായിരുന്നു മറ്റേ നമ്മുടെ സാൻഡി മാസ്റ്റർ അടുത്ത ആള് ടൈമിങ്ങിന് വന്ന് നിൽക്കാൻ ഇങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല അത് ആ ഇന്റർവൽ സീക്വൻസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതെന്തുവാണ് നടക്കുന്നത് നമ്മൾ തോന്നും. മറ്റേ അതായത് അവിടെയാണ് മറ്റേ ഈ പടം മറ്റേ ആ ലോജിക്കിൻ്റെ ഇവർ ഈ പറഞ്ഞ നോ ലോജിക് എന്നുള്ള എലമെൻറ്റിനെ കുറേ കൂടെ അങ്ങോട്ട് ഇതാവുന്നത്. അതായത് അത്രയും കുറച്ചുകൂടെ പുഷ് ചെയ്യുന്ന എലമെൻറ്റ് അവിടെയാണ്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ റിയാസ് ഖാൻ മറ്റേ ഒരു വണ്ടി നിറച്ച് സ്പീക്കറുമായിട്ട് വരുന്നു, അവിടെ DJ പരിപാടി നടക്കുന്നു, ഇപ്പറേ കുറേ 100 പോലീസുകാർ ഓടി വരുന്നു, ദിലീപേട്ടനും സാൻഡി മാസ്റ്ററും കൂടെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് അതിനകത്ത് യാതൊരു വെച്ചുള്ള ഇതുമില്ല. അത് ആ സീക്വൻസിന് നമ്മൾ ആലോചിക്കുമ്പം ഇവിടെ എന്തിനാ ഇങ്ങനൊരു സംഭവം എന്ന് ചോദിച്ചാൽ ആ സീക്വൻസ് വർക്ക് ചെയ്യണം. അതിന് മുമ്പിൽ നമ്മൾ ലോജിക്കൽ സീക്വൻസ് പാടില്ല. എന്നാലേ അത് അവിടെ കൊണ്ടുപോയി ഇത് പെട്ടെന്ന് പുഷ് ചെയ്യുമ്പോഴേ അത്ര നേരം വരുന്ന മീറ്ററിനേക്കാൾ പിന്നെയും ഭയങ്കര ഹൈ മീറ്ററിലേക്ക് വന്നു. അപ്പോൾ ആ മീറ്ററിൽ തുടക്കം പോലെ പടം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. കാര്യം എനിക്ക് കണ്ടുകൊണ്ടപ്പോൾ ഈ മാഡ്നസ്, ഇവർ പറഞ്ഞ ഓൺലി മാഡ്നസ് എന്നുള്ള സംഭവം അത്രയും മാഡായിട്ടില്ല എന്നാണ് എൻ്റെ ഫീല്. സിനിമയുടെ കാര്യം പറയുന്നത് ഈ സിനിമയുടെ മീറ്ററിലേക്ക് ആളുകളെ കുറച്ചുകൂടി ഈസി ആയിട്ട് എൻട്രി ചെയ്യിക്കണമായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മീറ്ററിലേക്ക് ആളുകളെ ഇങ്ങനെ പടം ഉണ്ട് എങ്കിലും അത് അവർക്ക് പറ്റില്ല. ഇനിഷ്യൽ എഡിറ്റ്സ് ഒക്കെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ആളുകളൊന്ന് അപ്പം തന്നെ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഇന്നോർ ഔട്ടാണ്. അതിലും ഭേദം കുറച്ചുകൂടെ ആളുകളെ കിട്ടണമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ മീറ്റേഴ്സ്. പിന്നെ കുറേ കഥയും പരിപാടികളൊക്കെ പറയുക, പിന്നെ ആ ഒരു മുഖ്യമന്ത്രി അതിനിടയ്ക്ക് തട്ടിക്കൊണ്ട് പോകുന്ന ആ സീക്വൻസിൽ അവിടുന്ന് നമ്മൾ ഇന്നാവണം. കാരണം ആ സീക്വൻസ് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ഇവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആക്ച്വലി ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഒറിജിനൽ പ്രൊസീജിയർ ഒന്നും അല്ല നമ്മുടെ സിനിമയെ കാണിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു അത് ഈ പറയുന്ന നോ ലോജിക് മീറ്റർ. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് പോകുന്ന. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പേരെഴുതി കാണിക്കുന്നതൊക്കെ ഒരു ബഹളത്തിലാണല്ലോ. അതായത് അവിടെ ആ ഒരു കാർ ബ്ലാസ്റ്റ് ഉണ്ട്. അതായത് കാർ പോകുമ്പോൾ 2 ജീപ്പാണ് ഒരു പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ആ സീക്വൻസ് ഞാൻ കണ്ടപ്പോൾ വെച്ചാൽ ഇത് സ്ലോ മോഷനിലാണ് ആ CGI ബ്ലാസ്റ്റ് കാണിക്കുന്നത്. ഞാനല്ല ചേട്ടാ ആ ബ്ലാസ്റ്റ് ഓൾറെഡി അത് നമുക്കറിയാം, ഇത് ഭയങ്കര CGI ലുക്കാണ് അതിന്. എന്നാൽ പിന്നെ എന്തിനാണ് അവർ അങ്ങനെ അത്ര നേരം നമ്മൾ യൂഷ്വലി നമ്മളിപ്പോൾ CGI ഒക്കെ ചെയ്യുമ്പോൾ അത് മോശമാണെങ്കിൽ മാക്സിമം ആ ഷോട്ടിൻ്റെ ലെങ്ത് കുറയ്ക്കാനോ അത് കട്ടേ ചെയ്യാനൊക്കെ ശ്രമിക്കും. ഇവിടെ അത് ആക്ച്വലി ഒരു ഭയങ്കര സ്ലോ മോഷനിൽ, അതായത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്റ്റൈലൈസ്ഡ് ആണ്, പക്ഷെ അത് സ്റ്റൈലൈസ്ഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല. അല്ല അത് ഒന്നുകിൽ അത് ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യണം. ഈ OGക്കകത്ത് ഇനിഷ്യലി ഒരു പേരെഴുതി കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് സ്റ്റൈലൈസ്ഡ്. അതൊരു ഇരുട്ടത്ത് ഇങ്ങനെ മറച്ച് അത് നമുക്ക് വർക്കാവും തിയേറ്ററിൽ. ഇങ്ങനെ കാറെന്തോ പുള്ളിക്ക് ചുറ്റും കയറുന്നു. അത് പക്ഷേ റിയൽ സീനിൽ നിന്നാണത് ട്രാൻസ്ഫർ. ഇതും സിമിലർ സംഭവം. പേരെഴുതി കാണിക്കുന്ന സീക്വൻസിന് മുമ്പുള്ള പരിപാടിയാണ്, പക്ഷെ അതങ്ങോട്ട് വർക്കായില്ല. അതെ, അവിടെ ആ ബ്ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആ CGIയുടെ സംഭവം അതൊന്നുകിൽ ആ പടത്തിൻ്റെ ഫുൾ മീറ്ററിലേക്ക് അത് കൊണ്ട് പ്ലേസ് ചെയ്താൽ നല്ലതായിരുന്നില്ല. അത് പിന്നീട് അതേപോലത്തെ ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്നത്, ഇപ്പോൾ ഇവർ സിനിമയിൽ തന്നെ കളിയാക്കുന്നുണ്ട് പലപ്പോഴും സ്പൂഫ് ഐറ്റംസ് പലതും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ CGI സിനിമയിൽ കാണുന്ന CGI നിങ്ങൾക്ക് കളിയാക്കരുത് അല്ലേ, അതിനെ കളിയാക്കൊണ്ടാണ് നമ്മളിത് വെക്കുന്നത് എന്നുള്ള ലൈനിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് മീറ്റർ അവർ ഇങ്ങനെ നമുക്ക് പിടികിട്ടുന്നില്ല ഇവരുടെ എക്സാക്ട് ഈ നോ ലോജിക് മാഡ്നസ് മീറ്റർ. ഇപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസിൻ്റെ റിവ്യൂസ് ഞാൻ കണ്ടത്, അവർക്ക് പോലും ഇതങ്ങോട്ട് ഫുള്ളി ഓക്കെ തിരക്കുള്ള നമുക്ക് മനസ്സിലായി പരിപാടി, പക്ഷേ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി വേറെ സംഭവം പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചാൽ എങ്ങനെയുണ്ട് പരിപാടി. ഞാൻ പറഞ്ഞാൽ ഞാനും കണ്ട തിയേറ്ററിൽ വൈബുണ്ടായിരുന്നു, എനിക്ക് അതുകൊണ്ട് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആസ്വദിച്ചു. പക്ഷേ നിങ്ങൾ പോകുന്ന തിയേറ്ററിൽ ആളുണ്ടോ, നല്ല ഓഡിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരോചകമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വൈബിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞ് ഓൺ റിസ്കിൽ പോകാമെന്നുള്ളതാണ്. പക്ഷേ ഇത് പോയി കണ്ടിട്ട് എല്ലാവരും എന്നെ ബന്ധം തെറി പറഞ്ഞു, എല്ലാവരും തെറി പറഞ്ഞു, ചേട്ടാ ഇതെന്തുവാണ് നീ ഇതിങ്ങനെ വർക്കായത്. ഞാൻ പറഞ്ഞു അല്ലേ ഞാൻ കണ്ട തിയേറ്ററിൽ ഇത് ഓക്കെ ആയിരുന്നു. എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എടാ ഇത് നമ്മൾ വിചാരിച്ച ലെവലിലല്ല പോണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പോണ വഴി പോട്ടെ, നമ്മളതിൻ്റെ കൂടെ അങ്ങ് പോകാന്നുള്ള ലൈനിൽ അങ്ങ് ഇരുന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്ന് കൊടുത്ത് ഞാൻ ഈ ആക്ച്വലി വളരെ വളരെ തിയേറ്ററിൽ ഈ പറഞ്ഞ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പേര് ട്രോൾ ചെയ്യപ്പെട്ട ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് പലരും നമ്മളോട് ചോദിക്കുമ്പോഴും നമുക്ക് എല്ലാ സിനിമയും ആസ്വദിക്കാൻ പറ്റും, എവ്രി ഫിലിം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ അത് എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കശുമുഖ് പറയുന്നത് മലങ്കൾട്ട് മീറ്ററിലേക്ക് മാറ്റി അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ ആസ്വദിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം
ഗിൽറ്റി പ്ലഷർ എന്ന് പറയുമല്ലോ നമ്മൾ. ഇപ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് എടാ ഇത് വളിപ്പാണ്, ഇത് കൊള്ളത്തില്ല, പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പരിപാടി. കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്, ഇത് കാണുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട് എന്ന് പറയുന്ന പോലെ. അതിപ്പോൾ ചിലരുണ്ടല്ലോ, അതായത് എങ്ങനെ പടം, നമ്മൾ പടത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ കുറച്ചാൽ മതി. ഇപ്പോൾ ഈ ജീവിയിൽ നിന്നും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് കിട്ടുവാണെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ജീവിയിൽ നിന്നൊരു അജിത്തിൻ്റെ മാസപടം പ്രതീക്ഷിച്ച് പോയവർക്ക് അതെ അതെ അന്ന് അവർക്ക് നിരാശയായിരുന്നു. അത് ആ ഒരു ഡിസ്പാരിറ്റിയാണ്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതല്ല കിട്ടുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് ഇത് ബേസിക്കലി ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ കാണുമ്പോൾ നമുക്കങ്ങനെ പ്രതീക്ഷകളൊന്നും, ഇപ്പോൾ ഇത് റിലീസിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല, നമ്മൾ എന്തായാലും നമ്മൾ സിനിമ കാണുന്നു, പിന്നീട് നമ്മൾ കണ്ടതിന് ശേഷം പറയാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞത്. ഇപ്പോൾ സിനിമയിലും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടു, നമ്മളതിനെപ്പറ്റി നമ്മുടെ ഒരു ഫിനാലെയൊക്കെ വരുമ്പോഴത്തേക്കും ബാക്ക് സ്റ്റോറി ഇമോഷനൊക്കെ വന്നപ്പോൾ കുറച്ച് കുഴഞ്ഞ് അവിയൽ പോലായി, എവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള ലൈനിലാണ്. പക്ഷെ അവിടെ പറഞ്ഞൊരു കാര്യം, പടത്തിന്റെ പ്രധാന സംഭവത്തിലേക്ക് അപ്പോഴാണ് വരുന്നത് ഈ ഭക്തി ബഹുമാനം. അവിടെ ഈ പറയുന്ന പോലെ ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് വല്ലാണ്ട് കണക്ട് ചെയ്ത് അവർ പറയുന്നത്. അതായത് സ്വാധീനത്തിന്റെ ശക്തി അറിയുക എന്നൊക്കെ പറയുവാണല്ലോ. അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടി അത്രയും നല്ല ഓടി, പക്ഷെ അത് കാണിക്കുമ്പോഴും ഈ ജീവിനകത്ത് ചെയ്തൊരു പരിപാടിയുണ്ട്, ഇതെല്ലാം നടക്കുന്നത് വേറെ യൂണിവേഴ്സ് ആണ്. ഗില്ലി യൂണിവേഴ്സ് അത് ഗില്ലി യൂണിവേഴ്സ് എന്നുള്ള യൂണിവേഴ്സിറ്റി, ഗില്ലി യൂണിവേഴ്സിറ്റി. പക്ഷെ അവിടെയും നമ്മളെ പറഞ്ഞാൽ അത് വേറെ യൂണിവേഴ്സ് എന്നുള്ള ലൈനല്ല. അല്ല, അത് എനിക്ക് തോന്നുന്നു ഓൺ സ്ക്രിപ്റ്റ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അത് കാണിക്കുമ്പോൾ ഈ കരിപുരണ്ട യൂണിവേഴ്സ് എന്ന് പറയത്തില്ലേ, അതായത് മൊത്തം മറ്റേ പ്രശാന്ത് നീലിന്റെ യൂണിവേഴ്സിനെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്, കാരണം ഈ എക്സ്റ്റീരിയർ ഷോട്ടിൽ ഇങ്ങനെ കരിപുരണ്ട കിടക്കും, പക്ഷെ പിന്നെ തിരിച്ച് ഇന്ത്യയിൽ ഇല്ല. നമ്മൾ എക്സ്റ്റീരിയർ ഷോട്ടിലാണ് നമ്മൾ കാണുമ്പം നമ്മൾ യൂഷ്വലി കാണുന്ന കേരളത്തിനൊരു സ്ട്രക്ചറിലല്ല പടം പോകുന്നത്. ഇപ്പം നമ്മൾ ഇവർ പോണ റൂട്ടാണല്ലോ ശരി, തമിഴ്നാട് ബോർഡർ പോലെയും അങ്ങനെ ഒരു നമ്മൾ കാണാത്തൊരു ഒരു കേരളമാണ് ഇവർ കാണിക്കുന്നത്. അവിടെ ഉണ്ട് മറ്റേ ലാലേട്ടനെ പ്ലീസ് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ അത് കുറച്ച് നേരത്തേക്ക് പടം വേറൊരു ലൈനിൽ വേറെ ലൈനൊന്നും ഇല്ല. ലാലേട്ടൻ വരുന്നു, ലാലേട്ടന് വേണ്ടി കൈയടിക്കാൻ വന്ന ഒരു വലിയ കൂട്ടം ഓഡിയൻസ് ഉണ്ട് തിയേറ്ററിൽ. അവർ എൻജോയ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ മീശവരി മുണ്ട് മുടക്കെന്ന് പറയുമ്പോഴത്തേക്കും അത് കാണാൻ മതി. ലാലേട്ടനെ ഇപ്പോൾ ഒരു പരിപാടിയിൽ വന്നാൽ പോലും ലാലേട്ടൻ ആ മീശ ഒന്ന് പിടിച്ച് കാണിക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ, അവരെ തൃപ്തിപ്പെടുത്തുന്ന ലൈനോ പരിപാടിയാണ്. അല്ല, അത് ഫണ്ണായില്ലെന്ന് ഉദ്ദേശിക്കാൻ. ഈ പറയുന്ന പോലെ എനിക്ക് അവരെ സംബന്ധിച്ചോളം ലാലേട്ടൻ മീശ വിരിച്ചാൽ മതി കേട്ടോ, ഫണ്ടാണ്. ഈ പറയുന്ന പൊടി പറക്കുന്ന സാധനം അതിന് കുറച്ചുകൂടെ ഒരു സ്പൂഫ് എലമെന്റ് ഉണ്ട്. അതെ, പുള്ളി തുമ്മുമ്പോൾ പൊടി പറക്കുന്ന സംഭവം, അതിന് കുറച്ചുകൂടെ ഒരു സ്പൂഫായിട്ടാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് വേറെ എലമെന്റ്. പിന്നെ മറ്റേ പുള്ളി ഇമോഷണലായിട്ട് ഞാൻ ഇതെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നല്ലേ, അവിടെ ഓരോ നടന്നു ചെന്ന് അവിടെ ഞാൻ ഒരേ ഒരു രാജാവായി മാറിയതിനു ശേഷം ഒന്ന് മറ്റൊരാളെ ഏൽപ്പിച്ചു പോകുന്നു. അതും ഈ പറഞ്ഞ സ്ഥിരം സിനിമയുടെ ഒരു ഫോമാറ്റിനെ കളിയാക്കുന്ന എലമെന്റ്. പക്ഷെ അത് ഇതൊക്കെ പുഷ് ചെയ്തിട്ടില്ല ഇവരിങ്ങനെ എവിടെയോ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു നമ്മുടെ അടുത്ത് എത്തുന്നില്ല, ഇതിങ്ങനെ ഏറെ നിൽക്കുക. അതെ, ആ ഡിസിഷൻ എടുക്കാൻ ഇവർക്കൊരു ഭയങ്കര ഭയമുണ്ടാവും. കാര്യം ഓൾറെഡി ഇത്രയും ബജറ്റ് മുടക്കിയിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പുഷ് ചെയ്താൽ ഇത് കംപ്ലീറ്റ്ലി അങ്ങ് ഇതായി പോവോ. വേണേ ഒരു പക്കാ ചളിപ്പടമാക്കായിരുന്നു. അതെ, ചളി പോസിറ്റീവ് സെൻസിൽ. അതെ, ഈ പറയുന്ന സീരിയസ് ഗുഡ് ബാഡൊക്കെ അതാണ് നമ്മൾ ഉദ്ദേശിച്ച ഈ ചളിപ്പടത്തിന്റെ പരിപാടി എന്ന് വെച്ചാൽ അത്രയും നല്ലപോലെ ഒരു പുഷ് ചെയ്ത് കുറച്ചുകൂടെ തള്ളിയിരുന്നെങ്കിൽ. പറയുന്നില്ല, അവർ പുഷ് ചെയ്യാത്തതിലും വലിയ ഹേർഡിലായിപ്പോയി ഇതിന്റെ ഈ പടത്തിന്റെ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് പലർക്കും ഇത് ഈ സ്പെക്ട്രത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുക. ഇങ്ങേയറ്റത്ത് വന്നാലേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പലർക്കും അങ്ങോട്ട് വരാനും പറ്റുന്നില്ല, അവരും നമ്മളെ അങ്ങോട്ട് പുഷ് ഇല്ലെങ്കിൽ ഞാൻ പടം കണ്ട പോലെ ഇരിക്കണം. ഇതൊന്നും ഇല്ലാതെ എൻ്റെ മനസ്സിൽ പടം കണ്ടപ്പോൾ ഞാൻ കണ്ടോണ്ടിരുന്നു. പടം കണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജോക്ക് പോലും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ബേസിക്കലി ഞാൻ ചിരിച്ചുമില്ല. പക്ഷേ ഞാൻ ആ സീനൊക്കെ ഞാനിങ്ങനെ ആ സീൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള പയ്യനോട് എടാ ഇത് മറ്റേ തെങ്കാശിപ്പണ്ടൻ്റെ റെഫറൻസാണ്, ദേവു കാറ്റിൽ ഫാം അങ്ങനെ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് മറ്റേ ആ സാധനം. അപ്പോൾ അവൻ എന്നോട് അവിടെ ചേട്ടാ ഈ ഡയലോഗ് മറ്റേ പടത്തിൻ്റെ റെഫറൻസ്. ഇങ്ങനെ ഞങ്ങളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആ റെഫറൻസ് ഈ റെഫറൻസ് എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടപ്പോൾ ഞാൻ ഇവർ എന്തൊക്കെയാണ് ഇവരിങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരുന്ന് പടം അങ്ങനെ കണ്ടങ്ങ് പോവുക. പടം കണ്ട് പിന്നീടാണ് എനിക്ക് ആൾക്കാർ ഇത് പലരും പറയുമ്പോഴാണ് ഈ ഡയലോഗ് ഉണ്ടായിരുന്നല്ലേ, ശരിയാണല്ലോ, നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിങ്ങനെ പിന്നീടാണ് ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഈ സംഭവം ഈ തട്ടിക്കൊണ്ട് പോകുന്ന എലമെൻ്റൊക്കെ വെച്ചിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പിന്നീട് ചിന്തിക്കുക. കാരണം പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ മൈൻഡ് സെറ്റിൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് പടം കുറേ കൂടെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് തിയേറ്ററിൽ. അങ്ങനെ അല്ലാത്ത ഓഡിയൻസിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ആസ്വദിച്ച ഒരു വലിയ കൂട്ടം ഓഡിയൻസ് ഉണ്ട്. ഈ മറ്റേ വേറൊരു ബുദ്ധിമുട്ട് ഈ പറയുന്ന പോലെ ശ്രീനിവാസൻ മരിച്ചറിഞ്ഞിട്ട് പിന്നെ അവരുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ അറിഞ്ഞിട്ട് പിന്നെ ഓൺ സ്ക്രീൻ ഇവരെ കാണാനും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവരാണല്ലോ ഈ ഡിസ്കഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറച്ചധികം തന്നെ റിയൽ ലൈഫ് ഇവൻറ്റ്സ്
അവിടെ തിയേറ്ററിനകത്ത് ഇരുന്നപ്പം അല്ല തിയേറ്ററിനകത്ത് ഇരുന്നപ്പോഴേ നമ്മൾ അങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ട ഒരു പടം കാണാൻ. അപ്പം കുറച്ചുകൂടെ ഓപ്പണായിട്ട് പടത്തിനെ ബഹുമാനിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഇരുന്ന് കാണണം. ബട്ട് അങ്ങനെ അല്ലാതെ കണ്ടത് കൊണ്ടും പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് ഈ സിറ്റുവേഷനിൽ ഇങ്ങനൊരു പടം. അല്ല, ഞാനൊരു ട്രെയിലർ ഉണ്ടോ ഈ സിനിമ എന്താണ്, ഈ സിനിമയുടെ കഥ എന്ന് അറിയണം ഒരു ക്യൂരിയോസിറ്റി ആണ് എനിക്ക്. പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇപ്പോൾ മുഖ്യമന്ത്രി തട്ടിക്കൊണ്ട് പോകുന്ന ഒരാളുടെ കഥ. നമ്മൾ ആ പാറ്റേൺ ഒരുപാട് സിനിമ നമ്മൾ ശങ്കർ സിനിമകളെ കാണുമല്ലോ. അതായത് ഒരു വലിയ കോസിന് വേണ്ടി, അതായത് ഒരു വലിയ കോസിന് വേണ്ടി ഒരു വലിയ ആളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു, പിന്നീട് അയാളെ വെച്ചുകൊണ്ട് ആ വലിയ കാര്യം നടത്തിയെടുക്കുന്നു എന്ന് പറയുന്ന ആ കഥ നമ്മൾ എനിക്ക് മറ്റേ നമ്മുടെ ജയറാമിൻ്റെ പടമുണ്ട് സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട്, കുറച്ച് അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നുന്നു അതൊരു. പക്ഷേ ആ സിനിമയ്ക്കും ഇന്ന് ചോദിച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷെ അത് ഭയങ്കര എൻ്റർടൈനർ പടമാണ്. അതെ, ആ ലൈനിലേക്കും പുഷ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ ശ്രമിച്ച പോലെ തോന്നിയായിരുന്നു. ഈ പറയുന്ന പോലെ ഇത്രയും ആ ഗ്രാമത്തിലുള്ള ഇന്നസെന്റ് ഒരു ടീമും ഇല്ലേ, അവരാണല്ലോ പിന്നെ പോലീസ് ആ സംഭവം, അതാണ് ഈ ബാലു വർഗീസ് ആ ടീമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എലമെന്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫണ്ടിലേക്കൊന്നും ഇത് എത്തുന്നില്ല. ആ പ്ലേസ്മെന്റും പരിപാടികളൊക്കെ ഉണ്ട്. ആക്ച്വലി സിനിമയിൽ ഈ ബാലു വർഗീസിന് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ. അത് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഫൈറ്റ് സീക്വൻസ് അതാണ്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടെങ്കിൽ നമ്മളായിരിക്കും ഇവിടെ ഒരു വലിയൊരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ പരിപാടിയാണ്. പക്ഷെ അത് ആ പുള്ളി അത് ചെയ്തിരിക്കുന്ന പരിപാടിയും കണ്ടപ്പോൾ ഞാൻ കൊള്ളാമല്ലോ പരിപാടി, ബാലു വർഗീസിനെ വെച്ചിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം. നമ്മളത് കാണുമ്പോൾ അത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ആ സാധനം എടുത്തിട്ടുണ്ട് അതിനകത്ത് പരിപാടിയൊക്കെ. നമ്മളത് കാണുമ്പോൾ എനിക്കതുപോലെ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പം അവിടെയൊക്കെയാണ് നീ പറയുന്ന ഡയറക്ഷൻ, അതായത് കുറച്ച് ബെറ്റർ ഡയറക്ഷൻ. അതാ പുള്ളിയെ സംബന്ധിച്ചാൽ പുള്ളിക്ക് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് ഇങ്ങനത്തെ പരിപാടിയില്ലേ, ഈ സീൻ അതായത് രണ്ടുപേരുടെ ഡയലോഗോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിനപ്പുറത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവ ബഹുലമായ പരിപാടികൾ എടുക്കാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് മറ്റേ ഇവരുടെ ഈ ക്യാരക്ടർ, അത് മെയിൻ ക്യാരക്ടർ ആക്ച്വലി മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സീക്വൻസ് കാണിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ സീക്വൻസ് കഴിഞ്ഞ് പുള്ളി പുറത്തിറങ്ങി ചെയ്യുന്നതാണ്. എനിക്ക് ഈ പടം ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ അദ്ദേഹത്തിന് അത്രയും മാഡായിട്ടുള്ള ഒരാൾ അങ്ങനെ അത് നമ്മുടെ മറ്റേ ഇത് മൂക്കിതരായതൊക്കെ കണ്ടില്ല, അതേപോലത്തെ ഒരു ലെവലിലായിരുന്നു ഈ സംഭവമെങ്കിൽ ഭയങ്കര രസകരമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ക്യാരക്ടർ അത്രയും വൈൽഡാണ്, അങ്ങനത്തെ ഒരു ലൈനിൽ എല്ലാവരും പോകുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പം രണ്ടുപേര് ചേർന്നാണ് എഴുതിയേക്കെന്ന് പറയും. പക്ഷേ ഇതിങ്ങനെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ഐഡിയാസ് വന്നിട്ട് ഇത് കൊള്ളാം, പക്ഷെ ഇത് ഈ ഫ്ലോയിൽ ചേർന്നില്ലെങ്കിലും കിടക്കട്ടെ എന്നുള്ള കുറേ സാധനമുണ്ട്. പിന്നെ ഈ ജയിലിലുള്ള സീനില്ലേ അശോകൻ വന്ന് കാണുന്ന ആ സീൻ രസമുണ്ടായിരുന്നു ആക്ച്വലി. അത് നമ്മൾ മലയാളത്തിൽ കൺസീവ് ചെയ്യാത്ത ടൈപ്പ് സീൻസ് ആണത്. ഇങ്ങനെ എങ്ങനെയാണ് അകത്ത് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരനെ കുത്തിയിട്ട് വന്നു. അതുപോലെ മറ്റേ ന്യൂഡൽഹിയുടെ കഥ പറയുന്നൊരു സീക്വൻസ്, അതെ അതൊക്കെ ഭയങ്കര കിടിലൻ സാധനമാണ്. അത് വർക്കായ സാധനമാണ് തിയേറ്ററിൽ. ശരിക്കും ഞാൻ ചിരിച്ചൊരു സാധനമായിരുന്നു ന്യൂഡൽഹിയുടെ റെഫറൻസ് വരുന്ന ആ ഒരു സീൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ സംഭവം. പക്ഷേ ഈ നമ്മൾ വേറെ ഏതോ പടങ്ങളിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ കുറച്ച് സൈലൻസ് കഴിഞ്ഞ് ഒരു ലൗഡ് മൊമെന്റ് വരുമ്പോൾ ലൗഡ് മൊമെന്റ് ഇതുണ്ടെന്ന് പറയുന്ന പോലെ ഈ BGM കുറച്ചധികം, അതായത് പടം ഗോപിയേട്ടൻ്റെ കൂടെ കംബാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും കുറവ് വരുന്നില്ല. തുടക്കം മുതൽ അവസാനം വരെ പുള്ളി കത്തിക്കുകയാണ്. അപ്പോൾ ഈ കത്തിക്കലിനിടയിൽ എന്താ പ്രശ്നം വെച്ചാൽ സൈലൻസ് ഇല്ല, തുടക്കം മുതൽ അവസാനം വരെ. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഉള്ള പടത്തിൽ ഇപ്പോൾ എല്ലാവരും 200% മോശം പടമെന്ന് പറയുമെങ്കിൽ പോലും ഈ പടത്തിനുള്ള അവിടെ ഇവിടെയൊക്കെയുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് മുങ്ങിപ്പോകുന്നു. ഈ ബഹളം GBO റെഫറൻസ് ആയിരിക്കും. മറ്റേ കുറച്ച് പെട്ടെന്ന് കുറച്ച് വണ്ടികളും തോക്കും വെടിയും പുകയൊക്കെ പ്രത്യക്ഷപ്പെടുകയാണല്ലോ. ഈ യൂണിവേഴ്സ് അല്ല, നമ്മുടെ കേരള പോലീസാണ് അപ്പുറത്ത് നിൽക്കുന്നെങ്കിലും എന്തുവായിരുന്നു ഒരു പ്രത്യേക വണ്ടി, അതിനകത്തുനിന്ന് വേറൊരു വണ്ടി. അതെ മാഡ് മാക്സ് ആവും അവസാനം. എല്ലാ പടവും ഉണ്ടല്ലോ, കുറേ പടങ്ങളുടെ റെഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വണ്ടിയിൽ തന്നെ മാഡ് മാക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നത്. അപ്പോൾ ക്ലൈമാക്സിലെ സീക്വൻസ് എനിക്ക് ബേസിക്കലി ക്ലൈമാക്സ് സീക്വൻസ് എനിക്ക് തീരെ സുഖമായിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് ആ ഇൻ്റർവെൽ അതെ എഡിറ്റ് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ എനിക്ക് ആ ഇൻ്റർവെൽ സംഭവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ അതേപോലത്തെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രസമായനെ. ഇല്ല അതിൻ്റെ കോൾ ബാക്കോ അങ്ങനെ എന്തെങ്കിലും. റിയാസ് ഖാൻ വന്നാലേ നമ്മുടെ ഇൻ്റർവെല്ലിൽ പോലും ഈ പറയുന്നതിൽ എനിക്ക് ഐഡിയ കിട്ടി, വർക്ക് ചെയ്തെടുക്കേണ്ട ഐഡിയ ആണ്. പക്ഷേ എനിക്കത് എഡിറ്റ് കുറച്ചധികം എനിക്ക് കുറച്ച് ചോപ്പിയായിട്ട് തോന്നിയത്. അതെ, അത് എഡിറ്റ് കുറച്ച് പലയിടത്തും ഉണ്ട്. നമ്മൾ ഈ ഫൈറ്റ് എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസിൻ്റെ എഡിറ്റ് ഭയങ്കര ജമ്പാണ്. ഭയങ്കര അത് ക്ലൈമാക്സിലാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ആ സാധനം കൊള്ളാം, ഈ സാധനം കൊള്ളാം, ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇതെല്ലാം ഒന്നായി വന്നില്ല. ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. പക്ഷെ എന്നാലും ഇപ്പം നല്ല രസകരമായ ഐഡിയ തോന്നിയത് സലീം കുമാറിനെ തിരിച്ചുകൊണ്ടത്. പക്ഷെ അത് കുറച്ച് വേസ്റ്റ് ആയി ഫീൽ ചെയ്തത്. അവിടെ ഒരു എനർജി കുറവ് ഭയങ്കരമാണ്. ഒരു മൊത്തത്തിൽ ആ സീനിന്റെ പരിപാടി എല്ലാം കൂടെ ഇങ്ങനെ. പിന്നെ ഈ പിള്ളേരുടെ സീക്വൻസ് എനിക്ക് വേണ്ടായിരുന്നു തോന്നി. അത് കുറച്ച് ബോറുമായിരുന്നു. അതെ, കാരണം ആ ഒരു പിള്ളേർ ഈ കഥ പറഞ്ഞ് തുടങ്ങുന്ന എലിമെന്റ് അത് ഭയങ്കര
മടുപ്പായിരുന്നു എനിക്ക്. അതെ, അത് കുറച്ചധികം മടുപ്പ് നമ്മൾ കാരണം എപ്പോഴും അതെ 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 പിള്ളേരെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പിള്ളേരെ വെച്ചിട്ട് ഇതിനെ പരിപാടി ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇനി മേലാൽ കുട്ടി അത് വേറെ ഒന്നും കൊണ്ടില്ല, നമ്മളെ കൊണ്ടത് പറ്റില്ല. കാരണം അവരെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അവരെ കൊണ്ട് ഈ മീറ്റർ പിടിച്ച് എന്തോ അത് വർക്കാവുന്നില്ലായിരുന്നു. അതെ, അത് കുട്ടികളുടെ മീറ്ററിലല്ല അവർ നിൽക്കുന്നത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന പോലെ ദിലീപിൻ്റെ ഇൻട്രോ, ആ സീക്വൻസ്, ഈ പറയുന്ന പോലെ പേരെഴുതി കാണിക്കുന്നവരെ ഒരു ഓളം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ ഈ എഡിറ്റിൻ്റെ ഒരു ചോപ്പിനെസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ സീക്വൻസിൽ തുടങ്ങിയതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ഈസി ആയിട്ടല്ല നമ്മൾ പടത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിള്ളേർ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. അതെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കുറച്ച് കല്ലുകടി ഫീൽ ചെയ്യും. ഇവർ വന്ന് ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പലയിടത്തും ഇങ്ങനെ കുറച്ച് പിന്നെ അവിടെയൊക്കെ തമാശ ഉണ്ടാക്കാൻ പിള്ളേർ ഓരോ സാധനങ്ങളൊക്കെ വർക്കാവുന്നില്ല. അതെ അതെ. അപ്പോൾ പ്യുവർലി സിനിമ എങ്ങനെ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വർക്കായില്ലെന്ന്. അത് എത്ര ശ്രമിച്ചിട്ടും സിനിമയായിട്ട് മാത്രം കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് കാലം വായിക്കാത്ത മുറിവുകളുണ്ടോ? അതെ, കാലം എങ്ങനെയായിരിക്കും ഈ സിനിമ ഇനി ഒരു 10 വർഷത്തിന് ശേഷം എങ്ങനെ കാണുമെന്നറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ കണ്ട അവിടെ ആ ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് കണ്ടപ്പോൾ എനിക്കിതിങ്ങനെ ഒരു പുകപടലം പോലെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ട് ഞാനിങ്ങനെ അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞു. അതിനുശേഷം ഇവൻ കണ്ടിട്ട് എനിക്കൊരു വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു. ഞാൻ പുള്ളിയോട് ആക്കാൻ ശ്രമിച്ചു, ആയില്ല. അപ്പം ഞാൻ പുള്ളിയോട് പ്രത്യേകം പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പോയി കാണുന്ന തിയേറ്ററിലെ ഓഡിയൻസിൻ്റെ പൾസ് നമ്മളെ ശരിക്കും ചിലപ്പം കുറേ സീനുകൾ നമുക്ക് ചിലപ്പോൾ വർക്കാവാൻ അല്ലെങ്കിൽ നമുക്കത് കടന്നു പോകാൻ ചിലപ്പോൾ സഹായിക്കും. അതില്ല, അങ്ങനത്തെ ഒരു ഓഡിയൻസ് അല്ല തിയേറ്ററിലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ ലെവൽസ് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഇവൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ കുറച്ച് പൊതുവേ ഞാനിത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ കുറേ സാധനം വരുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇതുണ്ടാവും, നമ്മളൊരു മുൻവിധി ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും ഒരു ബഹളവും ചർച്ചയും ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഇത്രയും ചർച്ച നടക്കുന്ന ഒരു സിനിമ ഒന്ന് കാണണമല്ലോ എന്ന് തോന്നിപ്പോയി കണ്ടതാണ്. ഇതിനകത്ത് നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻസോട് കൂടിയല്ല നമ്മൾ ഈ പടത്തിന് എൻ്റർ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ഈ പുറത്തെ വിഷയത്തെ എല്ലാത്തിനെയും പറ്റി നമ്മളിങ്ങനെ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ അതായത് വിഷയത്തെക്കുറിച്ച് പൂർണ്ണ അറിവില്ല എനിക്ക്. പേഴ്സണലി ഞാനിത് ഈ സിനിമാ വിഷയങ്ങൾ 100% എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഈ ചിലപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കല്ലേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നിങ്ങളെ പറയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ കേൾക്കുന്ന അറിവേ ഉള്ളൂ. പക്ഷേ ഈ 8 വർഷത്തെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഒരു ടേർഷ്യറി ഐഡിയ വെച്ചിട്ട് നമുക്കൊരു ഇതുണ്ട്, ഓക്കെ ഇതായിരിക്കാം സംഭവിച്ചിരിക്കുക എന്നുള്ള ഐഡിയ വെച്ചിട്ട് ഈ പടം കാണുമ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ അത് വേറൊരു സാധനമാണ്. ശ്രീനിവാസൻ മരിച്ചു കഴിഞ്ഞിട്ട് പോയി ഇവർ 2 മക്കളെയും ഇത്രയും ലൗഡൊരു പടത്തിലാണല്ലോ കാണുന്നത്, നമ്മളല്ലാത്തൊരു പൊസിഷനിൽ അവർ. അപ്പോൾ എന്തോ കുറച്ച് ഇത് തോന്നിയായിരുന്നു. ഇതൊന്നും പടത്തിനെ ഇത് നിങ്ങൾ കാണുന്ന ഓഡിയൻസിൻ്റെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾ എന്ത് ധാരണയിലാണ് ഈ സിനിമ കാണാൻ പോകുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം എന്നുള്ളതാണ്. ഓൺലൈനിൽ പൊതുവേ ഈ പടം മോശമായതിൽ ഹാപ്പി ആയവരും അല്ലാതെ കമന്റിൽ അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാൻസ് ഒരു 15 to 20% ആളുകൾ ചുമ്മാ ഫൺ പടമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന് മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കി മിക്കതിനകത്ത് കണ്ടത് ഈ കമന്റിൽ മെജോറിറ്റി സപ്പോർട്ടേഴ്സാണ്. അതായത് ഞാൻ ഈ പറയുന്ന പോലെ ഈ ഫിലിം ഫോറത്തിലേക്ക് കയറുമ്പോൾ ഫിലിം ഫോറത്തിൽ എനിക്കൊന്നൊരു 80 to 90% ഒരു സിംഗുലർ മൈൻഡ് സെറ്റ്. അത് റെഡിറ്റിലാണെങ്കിൽ അവിടേക്ക് എത്തിയിട്ടില്ല ഇവർ. റെഡിറ്റിലേക്ക് ഈ ടീം എത്തിയിട്ടില്ല. നിങ്ങൾ റെഡിറ്റിലെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡിറ്റിൽ ഈ സപ്പോർട്ടേഴ്സ് തീരെയില്ല. നമ്മളിങ്ങനെ വളരെ കുറവ്. അതുകൊണ്ടാണ്, കാരണം അത് അവിടേക്ക് എത്തുന്നത് കുറച്ചുകൂടെ മറ്റേ കുറച്ച് ഫിലിം ഫോറത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ പടം മോശം എന്നുള്ള ഒറ്റ റിവ്യൂ കാണുന്നുള്ളൂ. എനിക്ക് ഇടയ്ക്ക് എങ്ങാനും ഒരു കമൻറ്റ് അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഞാൻ പടം കണ്ടപ്പോഴത്തേക്കും ഓക്കെ ഇതാണ് മെജോറിറ്റി റിവ്യൂ. പിന്നെ മേജർ റിവ്യൂസിൻ്റെ ഒന്നും റിവ്യൂസ് ഞാൻ കണ്ടില്ല, കാണാൻ ഒന്നും ടൈം ഇല്ല. ക്രിസ്മസിൻ്റെ കുറച്ച് ബഹളമായതുകൊണ്ട് ഇന്നാ ഫ്രീ ആയത്. ഇത് കഴിഞ്ഞ് ഞാൻ വായിച്ചൊരു സംഭവമാണ്, അതെനിക്ക് പടം കണ്ടുകൊണ്ടിപ്പോൾ തോന്നിയത്. ഈ ലാലേട്ടൻ പോലും അറിയാതെ ലാലേട്ടൻ മലയാളത്തിൻ്റെ ബാലയ്യ ആവുന്നു എന്നൊരു സംഭവം. അത് പടത്തിൽ പുള്ളിയെ ബാലയ്യ എന്ന് എവിടെയോ, അതായത് മറ്റേ പുള്ളി തമിഴ്നാട്ടിൽ മറ്റേ അങ്ങനെ ഓരോ നാട്ടിലും. അപ്പോൾ തെലുങ്കിൽ ബാലയ്യ,
മലയാളത്തിൽ നമ്മുടെ സ്വന്തം ബാലേട്ടൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഗില്ലി ബാല എന്നുള്ള ക്യാരക്ടർ പേര്. അപ്പോൾ ആ ബാല വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഷ പാൻ ഇന്ത്യൻ സ്റ്റാർ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ കുറച്ചുകൂടെ പുഷ് ചെയ്തിരുന്നെങ്കിൽ അല്ല അത് വരുന്നതിന് അല്ല ഇവർ ആക്ച്വലി ഇത് പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന പല സാധനത്തിൽ നിന്നും ഇവരെ കളിയാക്കുന്നതും ഇവരെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് പലരും കളിയാക്കുന്നതുള്ള എല്ലാ എലമെന്റും ഉണ്ട്. അത് ഇവർക്കും അത് മനസ്സിലായി. പക്ഷേ എവിടെയായിരുന്നു ഇപ്പൊ തുടരുന്നതും ഇതിന്റെ കുറച്ച് ഇതുണ്ടല്ലോ, അത് അവിടെയും നമുക്ക് അവിടെ അവിടെ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഈ മറ്റേ മലങ്കൾട്ട് എന്നുള്ള സംഭവത്തെ ലാലേട്ടൻ പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും ലാലേട്ടനെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ലാലേട്ടന്റെ ക്യാമിയോ ആയിട്ട് എടുക്കുന്നതിന് പകരം ഈ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസിന്റെ എല്ലാവരും ക്യാമിയോ എന്ന രീതിയിൽ കുറച്ചുകൂടെ പുഷ് ചെയ്യാറുന്ന. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബ്ലെയിം ഡയറക്ട്ലി ലാലേട്ടൻ തലേ വന്ന് വീഴത്തില്ല. ഇതിപ്പോ ലാലേട്ടനായിട്ട് തന്നെ കാണാൻ പറ്റുന്നുള്ളൂ എല്ലാവരും. അതിൽ നിന്ന് അപ്പുറം ഒരു ക്യാരക്ടർ ആയ രീതിക്ക്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ പാനിന്റെ പടങ്ങളെല്ലാം ഈ ക്യാമിയോസ് എന്ന് പറയുന്ന ഒരു മെയിൻ എലമെന്റ് ആണ്. അതുകൊണ്ട് ലാലേട്ടൻ ഒരു ക്യാമിയോ പോലെയാണ്. ഇതിപ്പോ അങ്ങനല്ല, ഇതൊരു സൂപ്പർ സ്റ്റാർ ആണ് പുള്ളി. പിന്നെ ആക്ച്വലി നമ്മൾ ക്യാമിയോ പറഞ്ഞപ്പോൾ മെയിൻ ഒരു ക്യാമിയോ പറയാൻ വിട്ടുപോയി. പടത്തിന്റെ എൻഡിങ്ങിൽ ഒരു ക്യാമിയോ ഉണ്ട്. ശരിക്കും പടം കണ്ടുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് പുള്ളി കൂടി ഈ പടത്തിലുണ്ടായിരുന്നെങ്കിൽ. അതത് ഇങ്ങനെ ഒരു മുറിച്ച് വേറൊരു പീസ് അത് ഇവര് അപ്പൊ സെക്കൻഡ് പാർട്ട് പോലെ ഒരു പരിപാടിയാണല്ലോ. OG അഴിഞ്ഞാട്ടം എന്താണ് OG അഴിഞ്ഞാട്ടത്തിനകത്ത് മറ്റേ ഓയും ജിയും ഗില്ലി ബാലയും മറ്റേ എന്തായിരുന്നു എന്തോ ഒരു ഗ്യാങ് അല്ലേ ഗ്രൂപ്പ്. അതെ മറ്റേ ഓസ്കാർ ബ്രദേഴ്സും ഗില്ലി ബ്രദേഴ്സും, അതാണ് OG അഴിഞ്ഞാട്ടം. അപ്പോൾ എനിക്ക് ആക്ച്വലി അതായത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം SJ സൂര്യയാണ്. അപ്പോൾ SJ സൂര്യ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, പക്ഷേ ഈ പടത്തിന് മീറ്റർ അല്ലെങ്കിൽ ആ പുള്ളി അപ്പോൾ ഒരാൾ ഈ പടത്തിൽ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ മീറ്ററിലേക്ക് ഈ പടത്തെ എത്തിക്കാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുമായിരുന്നു. കാര്യം പുള്ളിയെ കാണുമ്പോൾ പുള്ളിയുടെ മറ്റേ ഇത് മാർക്കാനെ കണ്ടാൽ മനസ്സിലാവും. കാരണം ആ സിനിമ അല്ല, പുള്ളിയുടെ മിക്ക പടത്തിലും പുള്ളിയുടെ മീറ്റർ എപ്പോഴും കുറച്ച് മേളിലാണ്. അതെ, മാർക്കാനെയും കണ്ട എനിക്ക് അത് കണ്ടാൽ ഞാൻ വിചാരിച്ചു ഇനി പുള്ളിയെ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ പുള്ളിയായിരുന്നു ഈ ഓപ്പോസിറ്റ് നിന്നെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ ഈ പടത്തിൻ്റെ മീറ്ററിൽ എത്തിക്കാൻ പുള്ളി ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ളവരെല്ലാവരുടെയും മീറ്ററിൽ വേരിയേഷൻ ഉണ്ടായാലും പുള്ളിയുടെ മീറ്റർ സ്റ്റാർട്ട് വരെ ഒരു സാധനമായിരിക്കും. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടപ്പോൾ ഈ പീസ് ഇൻഡിവിജ്വലി പുള്ളി എനിക്ക് കാണാൻ ഇഷ്ടമാണ് തിയേറ്ററിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ലാസ്റ്റ് ഒരു പീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെച്ച്ഡ് പീസായി പോയി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിലെ എല്ലാ മൊമെൻറ്റും നമ്മളിങ്ങനെ ഓരോ മൊമെൻ്റ് എടുക്കും. നമുക്കിങ്ങനെ ഹോൾ പടമായിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് മറ്റേ ആർക്ക് മറ്റേ സ്റ്റാർട്ട് ബിഗിനിങ് എൻ്റെ അങ്ങനെ ലൈനെ കാണുന്ന പടം അല്ലല്ലോ. ഞാൻ കണ്ടത് ലാസ്റ്റ് സീക്വൻസ് കണ്ടു. പക്ഷേ ഞാൻ അപ്പം ആ സീക്വൻസ് കണ്ടുകൊടുന്ന മൊത്തം ആലോചിച്ചത് SJ സൂര്യയെ ഈ സിനിമയുടെ വില്ലനായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവരിത് എങ്ങനെ കഥ മാറ്റി എഴുതും, എങ്ങനെ ആയിരുന്നാൽ ഇതിൻ്റെ മൊത്തം. അതായത് ലാലേട്ടനും ദിലീപും ഒരു സൈഡിൽ ഇപ്പറേ SJ സൂര്യ ഒറ്റയ്ക്ക്. പക്ഷേ SJ സൂര്യ ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും ഓവർ പവർ ചെയ്യും ഈ ഒരു ഇങ്ങനത്തെ ഒരു പടമായിരുന്നെങ്കിൽ പോലും ഇത്രയും ക്രിറ്റിസിസം അതെ ഒരു ബോംബ് പടം മറ്റേ ആ ഒരു പഴയ ബ്രദേഴ്സും മറ്റേവരും തമ്മിലുള്ള ഒരു അടി. അതായത് ബേസിക്കലി ഇവരുദ്ദേശിക്കുന്ന ആ ഒരു എന്താ ഈ സ്പൂഫ് എലമെന്റ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ അതെ. കാരണം നമ്മൾ കാണുന്ന ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു എനർജി ഭയങ്കര ഇതായിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ എനർജി ഇപ്പം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടർ വരുന്ന വൈജുവിൻ്റെ ക്യാരക്ടർക്ക് ഭയങ്കര ഡള്ളാണ് ഇപ്പം പടത്തിൽ. അപ്പോൾ നമുക്ക് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ദിലീപ് വരുന്ന സീനുകളെല്ലാം അത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ് ആ പീസ് ഓഫ് റൈറ്റിംഗ് മൊത്തം. അല്ലെങ്കിൽ ഈ പടത്തിനകത്ത് സെറ്റ് ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു. പിന്നെ മറ്റേ ഓടായിട്ട് തോന്നിയില്ല മറ്റേ പ്രായവര് മറ്റേ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവരെന്തോ പരിപാടി സെക്കൻഡ് ഹാഫിലൊക്കെ വെക്കുമായിരിക്കും. ചുമ്മാ ഇവരെ കൊണ്ടുവന്നില്ല. അവർ വരുന്നുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ അവർ വരുന്ന സമയത്തേക്ക് ബാലുവർക്ക് സ്ഥലം അടിച്ചിടുക. അവരത് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിയെ നേരെ വന്ന് അവരെ അടിച്ചിടുന്നു. പക്ഷെ അപ്പം നമുക്ക് വിചാരിക്കും പുള്ളിയെ കെട്ടി അകത്തിട്ട് മൊത്തത്തിൽ ഒരു കൺഫ്യൂസിങ് അവിടെ. ഇതല്ലേ നമ്മളിപ്പം എന്ത് പറഞ്ഞാലും അതിനെ അവർക്ക് ക്രോസ് ചെയ്യാൻ ഒരു മെയിൻ എലമെന്റ് അവർ ആദ്യമേ പടത്തി വെച്ചിട്ടുണ്ട്. നോ ലോജിക് ഉള്ളി അത് വെച്ച് അത് ബേസിക്കലി ഒരു ഇതല്ലേ ഒരു ഷീൽഡാണ്. ഞങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ചോദ്യം ചെയ്യരുതേ. അതെ നിങ്ങൾക്ക് ഇനി ചോദിക്കാനുള്ള ഒരു അവകാശം ഇല്ല. കാര്യം എന്താ ഇതിൽ നോ ലോജിക് ഉള്ളി മാഡ്നസ് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ വൈറ്റപ്പ് ചെയ്യാമെന്നോ. അപ്പോൾ ഇതാണ് നമുക്ക് ബബ്ബുബോയെ പറ്റിയുള്ള ഞങ്ങളുടെ അഭിപ്രായം. സോ സിനിമ കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് താഴെ വന്ന് പറയുക. പിന്നെ പ്ലീസ് തെറി പറയാതിരിക്കുക നിങ്ങൾ. കാരണം നേരത്തെ ആദ്യം തൊട്ടേ നമ്മൾ പറയുന്ന പോലെ ഇത് ഈ പടവും പടത്തിന് ചുറ്റും എല്ലാം കൂടെ ചേരുന്നതായിപ്പോയി ഈ പടം. അപ്പം നമ്മൾ വളരെ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഈ പടത്തെ ആൾക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. അത് ഈ കണ്ട ഇപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണെങ്കിലും അല്ലാണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന സംഭവമാണ്. ഇതിങ്ങനെ ഒരു സംഭവം പുറത്തില്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു റിസപ്ഷനെ വേറെ ആയിരിക്കും. സോ അപ്പം
ഞങ്ങളുടെ ബാഹുബലിയെ പറ്റിയുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണ് പടം കണ്ടതിന് ശേഷം തോന്നിയെന്നുള്ളത് നിങ്ങൾ വന്ന് കമൻറ്റിൽ പറയുക. തെറി പറയാതിരിക്കുക സുഹൃത്തേ, അല്ലേ? അപ്പോൾ മറ്റൊരു സിനിമയുടെ ഡിസ്കഷനുമായിട്ട് നമ്മൾ 374. ഇത് ഏറ്റവും ലാസ്റ്റ് പറയണം അല്ലേ? അതായത് മറ്റേ ഓടിച്ച് ലാസ്റ്റ് വന്നിട്ട് നോക്കുമ്പോൾ ഈ നമ്പർ കിട്ടി. അല്ല, ഇത് നമ്പർ പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ചാനൽ ഇപ്പം ഒരു വർഷം കൂടെ ഒരു വർഷമായി. ഒരു വർഷമായി. അപ്പം അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ കുറേ ഡിസ്കഷൻസും പരിപാടികളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മളിത് എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു, ആ വീഡിയോ ആൾക്കാർ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതും ഇപ്പോൾ ഒരു 1 hour അടുത്ത് ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടം വരെ എൻ്റെ വരെ എത്തിയാൽ എത്തുന്നവർ കേൾക്കട്ടെ. ആരെങ്കിലും ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സംഭവങ്ങൾ, വിഷയങ്ങൾ, അതെ, അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് സിനിമയെപ്പറ്റി സിനിമ ഓൺലി അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കമൻറ്റിൽ പറയാമെങ്കിൽ നമ്മൾ ആ വിഷയം കൂടെ ഇപ്പം നമ്മൾ ആക്ച്വലി കുറച്ചധികം ഇപ്പോൾ ഡിസ്കഷൻ മാത്രമല്ല മറ്റു പല ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. പുതിയൊരു വർഷത്തിൽ പുതിയ പരിപാടികളുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. തിരിച്ചു വരാനുള്ള സമയമാണല്ലോ. ഈ വീഡിയോസൊക്കെ സബ്ടൈറ്റിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ അതും കൂടെ. കാരണം ഇത്രയും ലെങ്തി വീഡിയോയൊക്കെ സബ്ടൈറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് മലയാളിസിന് വേണ്ടിയല്ല, നമ്മുടെ പുറത്തുള്ള ഫാൻസിന് വേണ്ടി ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കുറച്ച് ഈസി ആയിട്ട് സബ്ടൈറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കുക, അല്ലേ? നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരും സുഹൃത്തേ.